العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بمدح المصطفى تحيا القلوب وتغتفر الخطايا والذنوب എല്ലാവരും എഴുന്നേറ്റുന്നു ഒരു സ്വലാത്ത് ചൊല്ലണം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم نعم سرى طيف من أخوى فأرقني والحب يعترض اللذات بالألم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഈ സൈഡിലുള്ള ആളുകൾ കസേര ഒന്ന് ഇങ്ങോട്ട് അടുപ്പിക്കുക കസേര ഇങ്ങോട്ട് അടുപ്പിക്കുക മധ്യത്തിലൂടെ വഴി വേണ്ട ഒന്ന് അടുപ്പിച്ച് അധികം അടുപ്പിക്കണമെന്നില്ല കുറച്ചടുപ്പിച്ചാൽ ആ ഗേപ്പടച്ചാൽ മതി അധികം അടുപ്പിക്കണമെന്നില്ല കുറച്ചെടുത്താൽ കുറച്ച് തീർത്തൊന്നും എടുക്കണമെന്നില്ല നമുക്ക് അതിലെ സൈഡിൽ കൂടി ഇങ്ങനെ പോകാനും മതി ആ ബേക്കിലും കൂടി ഒന്നും ഇങ്ങോട്ട് എടുത്താൽ മുന്നിലെ പല്ല് കഴിഞ്ഞു പോയാൽ ഫോട്ടോ എടുത്താൽ പോലെ ഉണ്ടാവില്ല അധികം മുന്നോട്ട് എടുക്കേണ്ട ആവശ്യമില്ല മുന്നോട്ടൊന്നും എടുക്കേണ്ട കസേര ഇട്ടത്തിന് ഇട്ടാൽ അടുപ്പിക്കുന്നതിനനുസരിച്ച് പൊടിവാറിയ ജലദോഷം പിടിക്കും എല്ലാവരും ഇരുന്നോളൂ ആദരണീയരായ സാദാത്തുക്കൾ ഉസ്താദുമാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ട ICS എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന
മീലാദ് സദസ്സിലാണ് നമുക്ക് ഹബ്ബുർ റസൂൽ പ്രഭാഷണം നടത്താനുള്ളത്. നീണ്ട പ്രഭാഷണത്തിന് പ്രതിബന്ധമുണ്ടെന്ന് നിരായ ഉസ്താദവറുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ സമയം പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൃപ്തിപ്പെടുന്ന വാക്കുകളാക്കി തെരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഇവിടെ ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരുമൊക്കെ പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ കുട്ടികളും ഇങ്ങോട്ട് നോക്കുക, എല്ലാവരും ഇങ്ങോട്ട്. മുൽത്തഫിത്തിലായസിൽ സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ, ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടാൻ, ഏറ്റവും കൂടുതൽ വർണ്ണിക്കപ്പെടാൻ, ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടാൻ, ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടാൻ, ഏറ്റവും കൂടുതൽ അനുസരിക്കപ്പെടാൻ, അങ്ങനെ ഏത് വിധത്തിലും പൂർണ്ണമായി വിധേയപ്പെടാനുള്ള ഏക നേതാവാണ്, തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജന്മത്തിൽ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യം മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമായിട്ട് പോലും ഈ രാഷ്ട്രം തന്നെ ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി എല്ലാ ഔദ്യോഗിക ഓഫീസുകളും ബന്ദാക്കി നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഹോളിഡേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ അന്ന് തന്നെ സന്തോഷം പ്രകടിപ്പിച്ചു എല്ലാ സൃഷ്ടികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വന്നുകൊണ്ട് ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചിട്ടുള്ള ആശയം അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു നിങ്ങൾ ജനിക്കുമ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത്തരം വിഗ്രഹങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അവകൾ തലകുത്തി മറിഞ്ഞു. അങ്ങനെ എല്ലാ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം സർവ നന്മകളും ലോകത്ത് വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ നന്മയുടെയും ശത്രുവായി, തിന്മയുടെ പ്രചാരകനായി ഒരു വ്യക്തിയുണ്ട്. അവനാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് മോനെ ലാസ്റ്റ് കൊടുക്ക കേട്ടോ. ഇപ്പൊ കൊടുത്താൽ വായിക്കലേ ഉണ്ടാവുള്ളൂ, എന്റെ പ്രസംഗമൊക്കെ ഉണ്ടാവില്ല. സുഹൃത്തുക്കളെ, ഇബ്ലീസ് അവന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ
നിങ്ങൾ ജനിച്ചതിൽ ഇബ്ലീസ് മാത്രം വേദന പ്രകടിപ്പിച്ചു, കരഞ്ഞു. മറ്റുള്ള എല്ലാ ശക്തികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഗ്രഹങ്ങൾക്ക് വിരോധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മാസിൻ റളിയല്ലാഹു അൻഹു വിവരം കൊടുത്തു. യാ മാസിൻ ഇസ്മഅ വഹറ ഖൈർ വബത്ന ശർ. നീ കേൾക്കൂ മാസിനെ, ഖൈർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നാശം ഉൾവലിയുകയാണ്. ബുഇസ നബിയ്യും മിൻ മുദർ. മുദർ ഗോത്രത്തിൽ ഒരു നബിയെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആ നബി ആമിൻ ബിഹി, ആ നബിയെ കൊണ്ട് നീ വിശ്വസിച്ചു. നീ ദഅനഹീതൻ മിൻ ഹജർ, കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട എന്നെ പോലുള്ള വിഗ്രഹങ്ങളെ നീ കൈയൊഴിച്ചോ. എന്നിട്ട് നീ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് അവിടുത്തെ അംഗീകരിച്ച് ജീവിച്ചോ. ഒരിക്കലല്ല, ഒരിക്കൽ പറഞ്ഞു മഹാനവറുകൾ അന്ന് വിഗ്രഹാരാധകനാണ്, പേടിച്ച് ബേജാറായി അന്ന് പോയി. പിറ്റത്താഴ്ച പിന്നെയും കർമ്മത്തിന് വന്നു. അപ്പൊ പിന്നെയും വിളിച്ച് അഖ്ബിൽ ഇലയ്യ അഖ്ബിൽ, വരൂ മാസിനെ വരൂ, ഇസ്മഅ മാ ലാ തജ്ഹൽ, കേൾക്കൂ, ഇതാ നീ പോകൂ ഇലാ നബിയ്യിൻ മുർസൽ, മുർസലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട്. കൈ തഅദിൽ മിൻ നാരിൻ, നിനക്ക് തീയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ തീയിൽ വഖൂദുഹൽ ജന്തുൽ, ആ തീയിൽ കല്ലുകൾ കത്തിക്കപ്പെടും. അതുകൊണ്ട് നീ ആ റസൂലിനെ അന്വേഷിച്ചു പോകൂ മാസിനെ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് കല്ലാണ്. ഇജാസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരാളിൽ നിന്ന് അന്വേഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പിന്നീട് വിവരം കിട്ടി. മാസിൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കാൻ പോയി. അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയങ്ങൾ ഏറ്റവും സമാശയം അവിടെ പഠിപ്പിക്കുന്നത് സൗഹാർദ്ദം, സഹിഷ്ണുത, സമത്വം, അങ്ങനെ ഏറ്റവും നല്ല ആശയങ്ങളാണ് അവിടുന്ന് പഠിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും. എല്ലാവർക്കും നീതി, എല്ലാ ജീവികളോടും സ്നേഹം, മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ, മനുഷ്യനെന്നോ മൃഗമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജീവികളോടും സ്നേഹം. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് വെള്ളം കൊടുക്കാത്തതുകൊണ്ട്, ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചു. സുബ്ഹാനല്ലാഹ്, എല്ലാ ജീവികളോടും സ്നേഹം. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് മുത്തയ്യ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് വേറെ നിയമം. നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ പോകും. അതൊരു നിയമം, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അതുപോലെ നമുക്ക് നിയമമുണ്ടല്ലോ, നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം, നജസായ ഭാഗം കഴുകണം. അതുകൊണ്ട് ആ സ്ഥലത്തിനെ വെറുക്കണമെന്നുണ്ടോ, അല്ലെ ആ സ്ഥലത്തിനെ കല്ലെറിയണമെന്നുണ്ടോ? ചില കുട്ടികളുണ്ട് നായനെ കല്ലെറിയുന്നവർ. നായനെ കല്ലെറിയണമെന്ന് ഒറ്റ കിതാബിലും പറഞ്ഞില്ല, ആരെയും കല്ലെറിയാൻ പറഞ്ഞില്ല, നായനെയും കല്ലെറിയാൻ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു നായനെ കണ്ടു. അപ്പൊ ഞാൻ നായയെ വിളിച്ച് പറഞ്ഞു, കൽബമിനെ കൽബ്, നായന്റെ മോൻ നായെ പോടാന്ന്. നായന്റെ മകൻ നായെ പോടാ.
നായനോട് പറഞ്ഞ. അപ്പോ എന്റെ ബാപ്പ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. മഹാനവർകൾ ഇത് കേട്ടു എന്നോട് പറഞ്ഞു, മോനെ ലാ യജൂസു ലക അൻ തഖൂല ഹഖദ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ചോദിച്ചു, അല്ല ബാപ്പ അലൈസൽ കൽബു മിന കൽബിൻ, ഞാൻ നായനെ തന്നെയല്ലേ നായിന്റെ മോൻ എന്ന് പറഞ്ഞു. ഞാൻ പോത്തിനെ നായിന്റെ മോൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു. ഉള്ളത് തന്നെയല്ലേ. അവിടുന്ന് പറഞ്ഞു, വശർത്തുൽ ജവാസി അദമു തഹ്ഖീരിഹി, നീ നായിന്റെ മകൻ എന്ന് നായിന്റെ കുട്ടിയെ വിളിച്ചത് അതിന്റെ അഡ്രസ് മനസ്സിലാകാൻ വേണ്ടി സൺ ഓഫ് കൂട്ടിയിട്ട് പോസ്റ്റ്മേൻ വായിക്കും പോലെ വായിച്ചു പോകുന്നില്ല. അത് നീ നായനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. ഒരു ജീവിയെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. അപ്പോഴാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്കി ചെറിയ കുട്ടിയാണ്, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനപ്പോ പറഞ്ഞു പോയി, ഹാദിഹി ഫായിദത്തുൻ യാ വാലിദി, എന്റെ വന്യരായ പിതാവേ, ഇത് വലിയ ഒരു തത്വമാണല്ലോ ഇസ്ലാം. നായനെ പോലും നിന്ദിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയില്ലേ, 7 ഔലിയാക്കൾ അവർ അവരുടെ ഭൗതികമായ എല്ലാ വിഷയങ്ങളും കൈയൊഴിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കൾ സാലിഹീങ്ങൾ, അൽ കഹ്ഫ് സൂറത്ത് എന്ന് പറയുന്നത് തന്നെ ആ മഹാന്മാര് പോയി കൂടിയ അവരുടെ ആസ്ഥാനത്തിന്റെ പേരിൽ ഒരു സൂറത്ത. നല്ല മനുഷ്യന്മാരുണ്ടാകുന്ന ആസ്ഥാനത്തിന് വലിയ ബർക്കത്ത. ആ ആസ്ഥാനത്തിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ, സൂറത്തുൽ കഹ്ഫ്. കാരണം 7 ഔലിയാക്കൾ ചെന്നുകൂടിയ ഒരു ഗുഹ, ആ ഗുഹയുടെ പേരിൽ ഒരു സൂറത്ത്. സുഹൃത്തുക്കളെ, ആ ഗുഹയിൽ ചെന്നുകൂടിയ 7 ഔലിയാക്കളുടെ കൂടെ പോയ ഒരു നായ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, ചില മോമിനീങ്ങളുടെ പുറക്ക് ഇങ്ങനെ ഖിത്മീർ എന്ന് എഴുതി വെച്ചത് കാണാം. ആ ഖിത്മീർ എന്ന് പറയുന്ന നായന്റെ പേരാണ്. അത് ബദരീങ്ങളെ പേരൊന്നല്ല, അത് നായന്റെ പേരാണ്. പക്ഷേ അതിന്റെ ചുറ്റുഭാഗത്ത് 7 ഔലിയാക്കളുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അസ്ഹാബുൽ കഫിൽപ്പെട്ട 7 ഔലിയാക്കൾ. അവരുടെ പേര് എഴുതി വെച്ചാൽ വീട് കരിയാതിരിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും. ആ ഔലിയാക്കളെ സ്നേഹിച്ച കാരണത്താൽ ആ നായക്കും വലിയ ബഹുമാനമാണ്. ഖുർആനിൽ അല്ലാഹു തആല നായയെ സംബന്ധിച്ച് പറഞ്ഞത് വസാമിനുഹും കൽബുഹും, 7 ഔലിയാക്കളിൽ 8ാമത്തെ ആള് നായയാണ് എന്നാ. കൽബുഹും അവരെ നായയാണ്, 8ാമത്തെ മെമ്പറായിട്ടാണ് എണ്ണിയത്. വസാമിനുഹും, അവരിൽ നിന്ന് 8ാമത്തേത്, കൽബുഹും അവരുടെ നായയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. പണ്ഡിതന്മാര് പറഞ്ഞു, ആ നായ സ്വർഗത്ത് കിടക്കുന്ന നായയാണ്. അപ്പൊ നായനെയും നിസ്സാരപ്പെടുത്താൻ പറ്റൂല, ഒരു ജീവിയെയും നിന്ദിക്കാൻ പറ്റൂല. അതേ സമയത്ത് അതേ ഖുർആനിൽ തന്നെ ഒരു വലിയ പണ്ഡിതനെ സംബന്ധിച്ച് നായയെ പോലെ അതപ്പതിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. മസലുഹു കമസലിൽ കൽബി. എന്തേ കാരണം? അല്ലാഹു ബഹുമാനിച്ച കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാതിരുന്നപ്പോൾ ബൽഅമൂൻ ബഅൂറ എന്ന് പറയുന്ന വലിയ അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന പണ്ഡിതൻ, അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി ഇൽമു പറഞ്ഞു എന്നാണ് പറയുന്നത്. എത്രയോ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ഇൽമു എഴുതിയെടുത്തു എന്നാ പറയുന്നത്. പക്ഷേ അല്ലാഹു തആല വലിയ ബഹുമാനം നൽകിയിട്ടുള്ള കലീമുല്ലാഹി മൂസ, ഒരു വ്യക്തി എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ വലിയായാലും, ഖുതുബായാലും, ഏത് സ്ഥാനത്തെത്തിയാലും അമ്പിയാക്കളെ സ്ഥാനത്തെത്തുകയില്ല. നബിമാരിൽ വലിയ പ്രഗൽഭനായ ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിയാണ് കലീമുല്ലാഹി മൂസ. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ പ്രാർത്ഥിക്കാൻ പോയി ബൽഅമൂൻ ബഅൂറ. അതിന്റെ പേരിൽ അവനെ അല്ലാഹു തആല അവനെ സംബന്ധിച്ച് പറഞ്ഞു, മസലുഹു കമസലിൽ കൽബി, അവൻ നായയെ പോലെ അതപ്പതിച്ചു പോയി. നായയുടെ സ്വഭാവം എന്താണ്? നന്നായിട്ടൊരു കോഴിയെ അറുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചു കൊടുത്താൽ നായ തിന്നും. അതേ നായ തന്നെ സൈക്കിള് തട്ടിയിട്ട് ചത്തിട്ട് നാറുന്ന കോഴിയെയും തിന്നും. ഹലാലും ഹറാമില്ല. അതുപോലെ അർത്ഥവും ചത്തതുമില്ല, നല്ലതും ചീത്തയുമില്ല. ഇതുപോലെ അവൻ ഹലാലും ഹറാമും നോക്കാതെ ദുന്യാവിന്റെ പിന്നാലെ പോയി.
അവൻ നായയെ പോലെ അതപ്പതിച്ചുപോയി. നായയുടെ സ്വഭാവം ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുഹു യൽഹസ്, നീ അതിനെ വിരട്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ നാവ് ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ടുണ്ടാകും. അവന്റെ നാവ് താഴോട്ട് താണുപോയി. അങ്ങനെ നായയെ പോലെ അതപ്പതിച്ചു എന്ന് പറഞ്ഞു. കാരണം അല്ലാഹു ബഹുമാനിച്ച മൂസാ നബി അലൈഹിസ്സലാമിനെ നിന്ദിച്ചതിനാൽ അവന് മനുഷ്യത്വം തന്നെ നഷ്ടപ്പെട്ട് മൃഗീയതയിലേക്ക് നീങ്ങിപ്പോയി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു ജീവിയെയും നിന്ദിക്കരുത് എന്നതാണ് ഇസ്ലാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അങ്ങനെയാണ്. ആരെയും ഇൻസൾട്ട് ആക്കരുത്, ആരെയും ചീത്ത പറയരുത്, നായനെപ്പോലും ചീത്ത പറയരുത്. അതാണ് ഇസ്ലാം. ആരോടും കളവ് പറയരുത്. അത് മുസ്ലിമിനോടും പറയരുത്, അമുസ്ലിമിനോടും പറയരുത്. പിന്നെ മുതഅല്ലിമീങ്ങൾ ഉസ്താദിനോട് കളവ് പറയരുത് എന്ന് പറയണോ? സുബ്ഹാനല്ലാഹ്. അതേ, ആരും ആരോടും കളവ് പറയരുത്. ഉസ്താദിനോട് മുതഅല്ലിമീങ്ങൾ കളവ് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാ മുനാഫിഖീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറയുന്നതിന്റെ ഒരു ചെറിയ കോപ്പിയല്ലേ അത്. ഒരിക്കലും ഉസ്താദുമാരോട് കളവ് പറയരുത്. അതുപോലെ ഉമ്മ ബാപ്പയോട് കളവ് പറയരുത്, ആരോടും കളവ് പറയരുത്. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറാ, എത്ര കൈപ്പുറ്റതാണെങ്കിലും നീ സത്യം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസിയ്യത്താണ്. സത്യമേ പറയാവൂ, കളവ് പറയരുത്. വാക്ക് പറഞ്ഞാൽ ലംഘിക്കരുത്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. അത് മുസ്ലിമിനോടും അമുസ്ലിമിനോടും വാക്ക് പാലിക്കണം. കരാറ് നടത്തിയാൽ കരാറ് ലംഘിക്കരുത്. ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ ആ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം കൃത്യമായി നിർവഹിക്കണം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. സുബ്ഹാനല്ലാഹ്. മദ്രസയിൽ ചെറിയ മക്കളെ അതാ രക്ഷിതാക്കൾ മദ്രസയിൽ അയച്ചാൽ കൃത്യമായി ആ കുട്ടികൾക്ക് ഇൽമ് കിട്ടണം. ഇൽമ് പഠിപ്പിക്കാനാണ് ഉസ്താദുമാരെ മുന്നിൽ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കാൻ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് ഉസ്താദുമാരെ പോയിക്കൂടാ, അമാനത്താണ്. ഉസ്താദുമാരെ അമാനത്ത് വീട്ടണം. ഇതുപോലെ കുട്ടികളെ പറഞ്ഞേക്കുന്നത് ഇൽമ് പഠിപ്പിക്കാനാണ്. വേറൊരു പണ്ഡിതനെ ഗീബത്ത് പറയാനല്ല, വേറൊരു പണ്ഡിതനെ കുറ്റം പറഞ്ഞു കേൾപ്പിക്കാനല്ല. കാരണം കുട്ടികൾ നന്നാകണമെങ്കിൽ അവരാദ്യം തന്നെ കേട്ട് വളരുന്നത് നല്ല വാക്കുകളായിരിക്കണം. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് ഒന്നും മനസ്സിലാവുകയില്ലെങ്കിലും ആ കുട്ടിയുടെ വലത്തേ ചവിട്ടിൽ അല്ലാഹുവിന്റെ പേര് കേൾപ്പിക്കണം, അതേ ബാങ്ക് കേൾപ്പിക്കണം. ഇടത്തേ ചവിട്ടിൽ ഇഖാമത്ത് കേൾപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കേൾപ്പിക്കണം. ബിമദ്ഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബു വതുഗ്തഫറുൽ ഖതായാ വദ്ദുനൂബു. മനസ്സ് സജീവമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് കൊണ്ട് മാത്രമേ മനസ്സ് സജീവമാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹുവിന്റെ പിതൃ സഹോദരനാണ്. ഇസ്ലാമിന് വേണ്ടി ഏറ്റവും വലിയ സിംഹമായി പ്രവർത്തിച്ച ആളാണ്. മഹാനവറുകൾ കൊന്നുകളഞ്ഞു വഹ്ശ് റളിയല്ലാഹു അൻഹു. കൊന്നാക്കും റളിയല്ലാഹു അൻഹു പറയാ. കാരണം ആ വഹ്ശ് റളിയല്ലാഹുവിന്റെ മനസ്സ് പിന്നീട് സജീവമായി. ആദ്യം സജീവമായിരുന്നില്ല. ആ സജീവമായത് എപ്പോഴാ? രണ്ട് കാര്യം പറഞ്ഞപ്പോഴാ. ഒന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കും. അത് മാത്രം മരിക്കുന്നവരെ പറഞ്ഞാൽ മനസ്സ് സജീവാവോ? അതുപോലെ അതിന്റെ പുറമെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മദ്ഹാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന മദ്ഹ്. കാരണം റസൂലാണെങ്കിൽ പിന്നെ എല്ലാ സ്ഥാനവും അതോടുകൂടെ വന്നുപോയി. റസൂലാണെങ്കിൽ സാധാരണ മനുഷ്യർ റസൂലാവൂലല്ലോ.
കാരണം സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി സ്വലാമിനും കഴിയും, നബി അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും, സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി സ്വലാമുമായി ബന്ധപ്പെടാൻ കഴിയും. അപ്പൊ റസൂലാണെന്ന് വിശ്വസിക്കുന്നവൻ ഒരിക്കലും മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ്, പ്രവാചകന്മാർ സാധാരണ മനുഷ്യരാണ് എന്ന് പറയൂല. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണ മനുഷ്യരാണെന്ന് പുത്തൻവാദികളൊക്കെ പറയുന്നത്. അല്ലാഹു തആല അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ സ്ഥാനം അംഗീകരിച്ച് പ്രഖ്യാപിച്ചു. രണ്ടും വേണം, അപ്പോഴാണ് മഹ്ശൂദിക മോഹനൊരു വലിയ സ്ഥാനം ലഭിക്കുന്നത്, ലോകത്തെല്ലാവർക്കും ലഭിക്കുന്നത് അപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാതെ ആർക്കും സ്ഥാനം കിട്ടൂല. റസൂലാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും ഒരു വിഷയമല്ല, ബാക്കിയുള്ളതൊക്കെ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടായിരുന്നു അബൂജഹൽ സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. അബൂജഹൽ സന്തോഷിച്ചെപ്പാന്നറിയോ? നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും നടന്നപ്പോ. അതിനെന്തിനാ അബൂജഹൽ സന്തോഷിച്ചത്? അത് ദുരുദ്ദേശപരമായ സന്തോഷ. സറൈത മിൻ ഹറമിൻ ലൈലൻ നീലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലബി വബിത്ത തർഖാ ഇലാ അനിൽത മൻസിലതൻ من قاب قوسين لم تدرك ولم تربي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سبحان الله. അബൂജഹൽ സന്തോഷിച്ചെന്തറിയോ? ഒരു ചെറിയ സമയത്തിനുള്ളിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പിന്നെ ആകാശലോകങ്ങളിലൊക്കെ പോയി. ഖുർആൻ തന്നെ രണ്ട് കാര്യവും സാക്ഷീകരിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ഇസ്രായിനെ കുറിച്ച് ഖുർആൻ വിരൽ ചൂണ്ടി, മിഅ്റാജിനെ കുറിച്ചും ഖുർആൻ വിരൽ ചൂണ്ടി. വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ചുരുങ്ങിയ സമയം കൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. സുബ്ഹാനല്ലാഹ്, പോയ യാത്രയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്. അമ്പിയാക്കളെ കണ്ടിട്ടുണ്ട്, അമ്പിയാക്കളെ ഖബറിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. അമ്പിയാക്കളിൽ മൂസാ നബിയെ ഖബറിൽ കണ്ടിട്ടുണ്ട്, മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്ത് ചെന്നപ്പോ അമ്പിയാക്കളെ അവിടെയും കണ്ടിട്ടുണ്ട്. വഖദ് അവിടെ അമ്പിയാക്കളുമായി സംഭാഷണം നടന്നിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ചിട്ടുമുണ്ട്. പ്രാർത്ഥിക്കൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾക്കും വഫാത്തായി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 50 വക്ത് നിസ്കാരം ചുരുക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് 9 പ്രാവശ്യം പറഞ്ഞ് 5 ചുരുക്കി കിട്ടാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കൂപ്പൺ നൽകി ഒരു സ്ക്വയർ ഫീറ്റിന് 2000 തോതിൽ എന്ന നിലക്ക് അതിനുള്ളൊരു ആരംഭം ഇവിടെ വെച്ച് കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട ചാരിൽ മൊയ്തീൻകുട്ടി ഹാജി. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമ്മുടെ ദറസ് ആരംഭിച്ചത് മുതൽ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. ആ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള പല അമ്പിയാക്കളുമായി സംഗമിക്കുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഇസ്റാഉം മിഅ്റാജും നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വിവരം പറഞ്ഞപ്പോ അബൂജഹലിന് വലിയ സന്തോഷം. അബൂജഹൽ സന്തോഷിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സമ്മാനം കിട്ടി വിചാരിച്ചിട്ടല്ല, ഇത് പറഞ്ഞിട്ട് അനുയായികളെ കൺഫ്യൂഷൻ ആക്കാൻ വിചാരിച്ചിട്ടാ. അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടർ അനുയായികളെയും നേതാക്കളെയും തെറ്റിക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ആക്കുക.
ആ ഡ്യൂട്ടിയാണ് അബൂജഹൽ എടുത്തത്. അതിന് അനുയായികളെയും നേതാവിനെയും തെറ്റിക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ആക്കാന്നുള്ള നിലക്ക് അബൂജഹലിന് വലിയ സന്തോഷം. കാരണം ഇത്ര ചെറിയ സമയത്ത് ഇവിടെ ഒക്കെ പോയി വന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും അനുയായികൾ വിശ്വസിക്കൂല എന്നാ മൂപ്പര് ധരിച്ചു വെച്ചത്. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ സമീപിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നീ പറഞ്ഞാല് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കൂലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴോ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്. തങ്ങൾ ഇസ്രായേലിന് പോയിന്നും അല്ല പറഞ്ഞേ, മിറാജിന് പോയിന്നും അല്ല പറഞ്ഞേ, അശ്ഹദു അന്നക റസൂലുള്ളാഹ്. തങ്ങൾ അള്ളാഹു പറഞ്ഞേച്ച ആളാണ് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അള്ളാഹ് പറഞ്ഞേച്ച ഒരാൾക്ക് ഇസ്രാ മിറാജ് ഒരു പ്രശ്ന, അള്ളാഹു പറഞ്ഞ ഒരാൾക്ക് എന്ത് കാര്യവും നടക്കൂലേ? എന്ന് പറയുന്ന മധു, ആ മധു പറയാതെ ഒരൊറ്റ മനുഷ്യനും മനസ്സ് സജീവാവൂല, മൂമിനാവൂല. മൂമിനാണെങ്കിലേ സജീവാകുക. അപ്പൊ ഈമാൻ കിട്ടണമെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മദ്ഹ് പറയണം. അതാണ് ബിമദ്ഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബു വതുഗ്തഫറുൽ ഖതായ വദ്ദുനൂബു. ആ ഷഹാദത്ത് കലിമ ചൊല്ലിയതോടുകൂടി വഹശി റളിയല്ലാഹു അൻഹുവിന്റെ തെറ്റുകൾ പൊറുക്കപ്പെട്ടുപോയി. ഏത് തെറ്റ് ചെയ്തവനും അതാ ഇസ്ലാമിലേക്ക് വന്ന് ഷഹാദത്ത് കലിമ ചെല്ലുന്നതോടുകൂടി അതുവരെയുള്ള എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടുപോയി. അപ്പൊ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയം ഏറ്റവും സുന്ദരമായ ആശയം. അതുകൊണ്ടാണല്ലോ ഖുർആൻ ഇന്നക ലസ്ത മുർസല, ഓ മുഹമ്മദേ നിങ്ങൾ റസൂലല്ല എന്ന് ധിക്കാരികൾ പറഞ്ഞപ്പോ ഖുർആനിൽ അല്ലാഹു തആല അതാ അവിടുത്തെ മദ്ഹായി ഒരുപാട് സൂറത്തുകൾ ഇറക്കിയില്ലേ? ഖുർആൻ തീർത്തും നബി തങ്ങളെ മദ്ഹ് തന്നെയല്ലേ? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു തആല പറഞ്ഞു വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത, ആർക്കും നേരിടാൻ കഴിയാത്ത ഏത് സാഹിത്യകാരനെയും ഏത് തത്വചിന്തകനെയും ഏത് ഡോക്ടറെയും ഏത് ശാസ്ത്രജ്ഞനെയും ഏത് വിവരമുള്ളവനെയും ഏത് ഭരണാധികാരിയെയും ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരാൾക്കും ഇന്ന് വരെ വെല്ലുവിളി നേരിടാൻ കഴിയാത്ത, എന്നും ഉയർന്നു നിൽക്കുന്ന അതേ റദ്ദത്ത് ബലാവത്തുഹാ ദഅവാ മുഅരിദിഹാ റദ്ദൽ ഗയൂരി യദൽ ജനീനിൽ ഹുറൂമി. 40 വയസ്സ് വരെ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല, എഴുത്തും വായനയും അറിയില്ല. അതേ, ഒരു സ്കൂളിലും മദ്രസയിലും പോയിട്ടില്ല, എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. പക്ഷേ 40ാമത്തെ വയസ്സിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയിട്ട് ഖുർആൻ ഇങ്ങ് കൊണ്ടുവന്നപ്പോൾ ആ ഖുർആനിന്റെ വെല്ലുവിളി നേരിടാൻ ഒരു വ്യക്തിക്കും ഒരു സാഹിത്യകാരനും കഴിഞ്ഞില്ല, ഇന്ന് വരെ കഴിഞ്ഞില്ല. ദാമത്തിൽ ദൈന ഫാഫാ
فاقت كل معجزتي من النبيين إذ جاءت ولم تدومي. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി ഇപ്പോൾ മുഅ്ജിസത്തായി കാണാനില്ല, അവിടുത്തെ കൈ ഇപ്പോൾ മുഅ്ജിസത്തായി കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചന്ദ്രനെ പിളർത്തി കാണിച്ചെങ്കിലും ഇപ്പോഴാ പിളർന്നത് കാണാനില്ല. എന്നാൽ ഖിയാമത്ത് നാൾ വരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അതല്ലേ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് നബിയെ. വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തെളിവില്ലാതെ പറയല്ല, ഏറ്റവും വലിയ തെളിവ് വെച്ചിട്ടാ പറയുന്നത്. ഖുർആൻ തെളിവ് വെച്ചാ പറയുന്നത്. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ. ഖുർആൻ മദ്ഹ് പറയാണ്. ഇപ്പൊ സമയമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇത്രയോ പറഞ്ഞാൽ, ലോകത്തുള്ള എല്ലാവരും കൂടി പറഞ്ഞാൽ, എല്ലാ ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് കൂടുതൽ പറയാൻ കഴിയില്ല. നീണ്ട പ്രസംഗങ്ങൾ കേൾക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് തന്നെ ഉൾക്കൊള്ളുന്ന ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയെ മുൻനിർത്തി സത്യം ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാടിനെ മുൻനിർത്തി സത്യം ചെയ്യാണ്. അതുപോലെ വസ്സംസി വളുഹാഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ മുൻനിർത്തി സത്യം ചെയ്യാണ്. അതുപോലെ സുഹൃത്തുക്കളെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആ സൂറത്ത്, അങ്ങനെ തുടങ്ങിയ എത്രയോ സൂറത്തുകൾ പ്രസംഗിച്ച സീഡികളുണ്ട്. ഈ 3 സൂറത്തും കൂടി വാങ്ങാൻ 100 റുപ്യ കൊടുത്താൽ എല്ലാവർക്കും സീഡി കിട്ടും. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതിനെ അറിയും. നിങ്ങൾ വില ചോദിച്ചിട്ട് നേരം പോണ്ട, ശ്രദ്ധ മാറണ്ടാന്ന് വെച്ചിട്ടാണ്. മുൽത്തഫിത്തുൽ അയസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ചുരുക്കി പറയാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നിശ്ചയം. ഏറ്റവും വലിയ മദ്ഹ്. അത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, തങ്ങളെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല, തങ്ങളുമായി ആരും പുറംതിരിഞ്ഞു നിൽക്കേണ്ടതില്ല. എന്തിന് തങ്ങളുമായി പുറംതിരിഞ്ഞു നിൽക്കണം? അലാ സിറാത്തും മുസ്തഖീം, അവിടുന്ന് നടക്കുന്ന വഴി, നടത്തുന്ന വഴി അത് നേർക്കുനേരെയുള്ള ജീവിത ശൈലിയാണ്, നേർക്കുനേരെയുള്ള ജീവിത രേഖയാണ്. അലാ സിറാത്തും മുസ്തഖീം, ഒരു വളവുമില്ല, വർഗീയതയില്ല, ഭീകരവാദമില്ല, തീവ്രവാദമില്ല, അക്രമമില്ല, അസഹിഷ്ണുതയില്ല, അനാവശ്യമില്ല, അസത്യമില്ല, അനീതിയില്ല. ഒരിക്കലും തെറ്റായ ഒരു വിഷയവും അവിടുത്തെ ജീവിത രീതിയിലില്ല. അലാ സിറാത്തിൻ മുസ്തഖീം. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. കണ്ടോ, വർഗീയതക്കെതിരെ പറയല് മാത്രമല്ല, വർഗീയത ഉള്ളവൻ നമ്മളിൽപ്പെട്ടവനല്ല. കാരണം നമ്മളെ ഈ സുന്ദരമായ ആശയം ഇസ്ലാം, വർഗീയവാദി മുസ്ലിം, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഈ ഇസ്ലാമിനെ ആളുകൾ തെറ്റിദ്ധരിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറഞ്ഞത്, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. മൻ ഗസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഒരുത്തൻ ചതിപ്രയോഗം, ചതിപ്രവർത്തനം നടത്തുമ്പോ ഇസ്ലാം ചതിയാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ചതിക്കുന്നവനെ അതാ ഈ വൃത്തത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതായി തോന്നിപ്പിക്കുന്ന വാചകം പറയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ലൈസ ലനാ മൻ ഗസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവരിൽ തല്ലാതിരിക്കണം. ചെറിയ കുട്ടികളോട് കാരുണ്യം വേണം. അതൊരു വലിയ സംസ്കാരമാണ്. ആ സംസ്കാരം വെച്ച് പുലർത്താത്തവനെ കുറിച്ച് പറഞ്ഞു, മല്ലം യഅരിഫ് ശറഫ കബീരിനാ വലം യർഹം സഗീറനാ ഫലൈസ
അതേ വലിയവരെ ബഹുമാനം അംഗീകരിക്കാത്തവൻ ചെറിയവരോട് എത്ര സുന്ദരമായ ആശയം, ഇസ്ലാമിന്റെ ആശയം പറയാൻ ഇവിടെ സമയമില്ല. എല്ലാവർക്കും തുല്യ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതി. സുഹൃത്തുക്കളെ, വ്യത്യാസമില്ല. നീതി തുല്യ നീതി എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങോട്ടും എല്ലാവർക്കും തുല്യ നിയമം എന്നല്ല ഞാൻ പറഞ്ഞു, തുല്യ നീതി എന്നാ പറഞ്ഞു. നിയമം തുല്യല്ല. നിയമം, ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമമാണ്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യാണ്. കാരുണ്യമുള്ള നിയമമാണ് ഇസ്ലാമിന്റെ നിയമമൊക്കെ. കാരുണ്യം, അതാണ് പൂച്ചനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് നരകത്ത് കടന്നു എന്നത് കാരുണ്യാണ്. പക്ഷെ പൂച്ചേനോട് നിസ്കരിക്കാൻ പറഞ്ഞില്ല. നീതി പൂച്ചേനോടും വേണം. പൂച്ചനെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പാടില്ല. നീതി എല്ലാവരും. നിയമം പൂച്ചക്കില്ല. പൂച്ച നിസ്കരിക്കണോ നിയമമൊന്നുമില്ല. നിയമം വ്യത്യാസം ഉണ്ടാവും. വയസ്സന്മാരെ നിയമമല്ല ചെറുപ്പക്കാർക്ക്. വയസ്സന്മാർക്ക് ചിലപ്പോൾ ജമാഅത്തിന് പോകാനൊക്കെ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് പ്രയാസം ഉണ്ടാവും. യുവത്വമുള്ള സമയത്ത് ജമാഅത്തിന് പോയവരാണെങ്കിൽ പെൻഷൻ കിട്ടും. അതായത് വയസ്സുള്ള സമയത്തും ജമാഅത്തിന് പോയില്ലേ തന്നെ കൂലി കിട്ടും എന്നർത്ഥം. പെൻഷൻ കിട്ടും. യുവാക്കൾക്ക് അങ്ങനെ കിട്ടൂല. യുവാക്കൾ ജമാഅത്തിന് പോകന്നെ വേണം. വയസ്സന്മാരും കയ്യെങ്കിലും പോകണം. കയ്യൂലെങ്കിലേ ഞാൻ പറഞ്ഞു അല്ലേ. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാള് അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കാൻ നോക്കണം. അതിന് കയ്യൂലെ പിന്നെ ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ ഇപ്പൊ ഒരു ഇരുത്തുണ്ട് കേട്ടോ, അത് മനസ്സിലാകുന്നില്ല. അങ്ങനെ പുറക്കുന്ന് നടന്നിട്ട് വരുമോ, പള്ളിയിലെത്തിയാൽ ഇരുന്ന് നിസ്കരിക്കുക. അതെന്നെ അതിന്റെ മസീലാന്ന് എനിക്ക് മനസ്സിലായില്ല. നടന്നു വന്നാക്ക് പിന്നെ നിസ്കരിക്കുമ്പോൾ നിന്നൂടെ, കസേരട്ട് വെച്ചിട്ട് ഇരിക്കണോ? അതേ സമയത്ത് സുജൂദ് ചെയ്യാൻ കഴിയൂലെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഇരുന്ന് സുജൂദ് ചെയ്തോട്ടെ. സുജൂദ് കഴിയും പോലെ ആയിക്കോട്ടെ. അതേ സമയത്ത് ഈ നിൽക്കാൻ കഴിയുന്നിടത്തോളം നിൽക്കണം. നിൽക്കേണ്ട സമയത്ത് പ്രത്യേകിച്ച് എത്തിദാലിലും അതുപോലെ തന്നെ ഖിയാമിലും നൃത്തം നിർബന്ധമായും എന്തായിരുന്നാലും വേണം. റുകൂയിലും കഴിയുമെങ്കിൽ നിൽക്കന്നെ വേണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് കഴിയാത്താക്കി ഇരിക്കാം, അങ്ങനെയാ നിയമം. അവിടെ എല്ലാവർക്കും നിയമമൊന്നുമല്ല. ആണുങ്ങൾക്ക് തന്നെ എല്ലാവർക്കും നിയമം ഒരുപോലെ അല്ല. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിയമം വ്യത്യാസമുള്ളത് പറയാനാ. കുട്ടികളെ നിയമ വലിയവർക്ക് മദ്രസയിൽ പോകുന്ന കുട്ടികളെങ്കിലും ഒതുവർക്കാണ്ട് മുസ്ലിപ്പെടുത്തു പോന്ന് ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ വലുതായിട്ടില്ല, മദ്രസയിൽ പഠിക്കുന്ന ചെറിയ മക്കള് അവരെ മുസ്ലിപ്പെടുക്കുന്ന ഒതുവില്ലാതെ അവർക്ക് ഇളവാണ്. അവർ പഠിക്കുന്ന കാലാണ്, അവർക്ക് ഇളവാണ്. ആ സമയത്ത് നമ്മക്കത് പറ്റൂല, നമുക്ക് ഒതുവെടുക്കണം. കണ്ടോ നിയമ വ്യത്യാസം കണ്ടോ? അപ്പൊ നിയമ വ്യത്യാസമുണ്ട്. പലരും തമ്മിൽ നിയമ വ്യത്യാസം. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നിയമ വ്യത്യാസമുണ്ട്. കാരണം സ്ത്രീകൾക്ക് അവരെ ബുദ്ധിമുട്ടിച്ചാൽ പറ്റൂല. അവർക്ക് നല്ല സൗകര്യം ചെയ്യണം. അതാണ് ഇസ്ലാം. സ്ത്രീകൾക്ക് എല്ലാ സൗകര്യം അതാണ് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്, അത് കണ്ടില്ലേ? എത്ര പുരുഷന്മാരാ തെങ്ങ് കയറുന്ന പുരുഷന്മാര്. മലപ്പുറം ജില്ലയിൽ തെങ്ങ് കയറുന്ന എത്ര സ്ത്രീകളുണ്ട് നിങ്ങളൊന്ന് കണക്കെടുത്തിട്ട് എന്നോട് പറയും. തെങ്ങ് കയറി തേങ്ങ അരയ്ക്കുന്ന സ്ത്രീകൾ എത്രയുണ്ട്? കങ്ങുമ കയറിയിട്ട് അടക്ക അരയ്ക്കുന്ന സ്ത്രീകൾ എത്രയുണ്ട്? ഇനി താനൂർ പരപ്പരങ്ങാടി ഭാഗത്തൊക്കെ പോയിട്ട് കടലിൽ പോകുന്ന സ്ത്രീകൾ എത്രയുണ്ട് നിങ്ങൾ കണക്ക് പറയും. അതെന്തേ അങ്ങനെ? സ്ത്രീകൾക്ക് കടലിൽ പോയിട്ട് മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസാണ്. തെങ്ങ് കയറി തേങ്ങ പറിക്കാൻ പ്രയാസാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജോലിയൊന്നും സ്ത്രീകൾ എടുക്കണ്ട. സ്ത്രീകൾക്ക് നല്ല സൗകര്യം അല്ലാഹു തആല കൊടുത്തു. സ്ത്രീകൾ വീട്ടിൽ നല്ല സുഖമായിട്ട് ഇരിക്കുക. പുരുഷന്മാര് നന്നായിട്ട് അധ്വാനിക്കുക. തെങ്ങ് കയറിയാലും കുഴപ്പമില്ല, കങ്ങു കയറിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്താലും കുഴപ്പമില്ല, കണ്ടക്ടർ ആയാലും കുഴപ്പമില്ല, ക്ലീനർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് പണിയെടുത്താലും കുഴപ്പമില്ല, മരത്തടി പിടിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ സ്വന്തം ചെലവ് നിങ്ങൾ ഉണ്ടാക്കണം, ഭാര്യന്റെ ഉണ്ടാക്കണം, മക്കളും ഉണ്ടാക്കണം, ഒക്കെ നിങ്ങൾ ഉണ്ടാക്കണം. ഭാര്യക്ക് ഒരു ബാധ്യതയില്ല. വീട്ടിൽ സുന്ദരമായി രാജ്ഞിയായിട്ട് അങ്ങ് കഴിഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇസ്ലാം. സ്ത്രീകൾക്ക് നല്ല സൗകര്യം ചെയ്തു കൊടുത്തു ഇസ്ലാം. പുരുഷന്മാര് നട്ടുച്ച വെയിലത്ത് ജുമയ്ക്ക് പോകണം, പെണ്ണുങ്ങൾ വേണ്ട. അതുപോലെ തന്നെ രാവിലെ സുബഹിക്ക് മരങ്ങോച്ചെന്ന് തണുപ്പിൽ ടോർച്ച് അടിച്ചിട്ട് പള്ളിയിൽ പോകണം ജമാഅത്തിന്, പെണ്ണുങ്ങൾ വേണ്ട. പെണ്ണുങ്ങൾ നല്ല സൗകര്യം അല്ലാഹു തആല ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ദീനിനോട് വലിയ അക്രമം ചെയ്തവരുണ്ട്, വലിയ അക്രമം ചെയ്തവരുണ്ട്. ആ അക്രമം എന്താണെന്നറിയോ? അക്കരയൊക്കെ പോകുന്നൊരു തോണിയിൽ ഒരാൾ കയറാതെ ഇക്കരെ തന്നെ നിന്ന് അയാൾ അക്കരെ എത്തൂലെന്നേ ഉള്ളൂ. അയാൾ കൊണ്ട് ശല്യമൊന്നുമില്ല. അതേ സമയത്ത്
പോകുന്ന തോണി കയറിയിട്ട് പുഴയുടെ മധ്യത്തിലെത്തുമ്പം തോണി മറിച്ചിട്ടാലോ അവന്റെ ശല്യം ചെറുതാ. അതുപോലത്തെ ഒരു കൂട്ടരുണ്ട്. അതാരാന്നറിയോ? ആൾക്കാരോട് പറയും അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കലാണ്. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കലാണ്. ആരാ പറയുന്നതെന്ന് നിങ്ങള്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയില് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വെള്ളിയാഴ്ച പോലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടില്ല. ഖുത്ബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ഖുത്ബ വേറൊരു ഭാഷ, നിസ്കാരം വേറൊരു ഭാഷയാക്കിയിട്ട് ഏറ്റവും വലിയ വിദഗ്ധ ചെയ്ത് സുന്നത്തിനെ വെട്ടി മുറിച്ച് നശിപ്പിച്ചവനാ പറയുന്നത് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാൻ ഞാൻ സുന്നത്തെടുക്കലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവൻ സുന്നത്തിന്റെ കഠിന വിരോധി, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന്റെ കഠിന വിരോധി. മലയാളത്തിലെ ഖുത്ബക്ക് പോകുന്നവൻ. ഇതുപോലെ അള്ളാന്റെ റസൂലിന്റെ തോണി മറിച്ചിടുക. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ്. ഇവൻ പറയാ പള്ളിയാ ഖൈറ്. അള്ളാന്റെ റസൂലിന്റെ തോണി മറിച്ചിടുക, എന്റെ എല്ലാത്തിനും വെള്ളത്തിലാക്കുക. കണ്ടില്ലേ തോണി മറിച്ചിടുന്നവൻ? ഈ നേരെ വിരുദ്ധമായിട്ട് പഠിപ്പിക്കുക. അതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധികളാണ്, അവിടുത്തെ ദീനിന്റെ വിരോധികളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ പോകട്ടെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിയമ വ്യത്യാസമുണ്ട്. 30 ദിവസവും നിസ്കരിക്കണം പുരുഷന്മാർ. ചില പെണ്ണുങ്ങൾ 15 ദിവസം നിസ്കരിച്ചാൽ മതി. പള്ളിയിൽ പോണ്ടാന്ന് അത്ര പുരക്കുന്നതിനുള്ള നിസ്കാരം ചിലപ്പോൾ 15 ദിവസം മതിയാവും. ചില സ്ത്രീകൾ 15 ദിവസം മെൻസസ് ഉണ്ടാകുന്ന ചില സ്ത്രീകൾ അവർക്ക് ആകെ 6 മാസം നിൽക്കാറില്ല. ചില സ്ത്രീകൾക്ക് 6 ദിവസം 7 ദിവസം ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മാസത്തിൽ. അവരത്രയും നിസ്കരിക്കണ്ട. എല്ലാവർക്കും നിയമം ഒരുപോലെ. നമുക്ക് 30 ദിവസവും നിസ്കരിക്കണം. 29 29 30 31 31 നിങ്ങൾ എങ്ങനെ എണ്ണിയാലും തിരക്കുള്ള എല്ലാ ദിവസവും നിസ്കരിക്കണം. നിസ്കാരമില്ലാത്ത ഒറ്റ ദിവസമില്ല നമുക്ക് പുരുഷന്മാർ. ഇനി നിങ്ങൾ നോക്ക് നിയമ വ്യത്യാസം. സുബ്ഹാനല്ലാഹ്. അതൊന്ന് സ്ത്രീകൾ അവഗണിച്ച സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തല്ലേ? സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തല്ലേ? ഇനി നമ്മള് പച്ചക്കറി പീടിയെ പോയി, പച്ചക്കറി പീടിയെ പോയിട്ട് 1 കിലോ മുരിങ്ങാക്കായ് വാങ്ങി. മുരിങ്ങാക്കായ നിങ്ങളുള്ള ഒരു സാധന. പച്ചക്കറി പീടിയക്കാരൻ എങ്ങനെ അത് ചുരുട്ടി തന്നറിയോ? ഒരു ചെറിയ കടലാസ് എടുത്തിട്ട് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട്, 2 തലയും പുറത്താ, മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട് പുരുഷന്മാരെ അവറത്ത് പറഞ്ഞ മാതിരിയാ മുരിങ്ങാക്കായ പൊതിഞ്ഞു തന്നത്. അതും വാങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ഒരു ജ്വല്ലറി കയറി. ജ്വല്ലറി കയറി 10 പവന്റെ ആഭരണം വാങ്ങി. അപ്പൊ അത് മുരിങ്ങാക്കായ പൊതിഞ്ഞ പോലെയല്ല. അത് ആദ്യം ഒരു കടലാസ്, പിന്നൊരു കടലാസ്, പിന്നൊരു പെട്ടി, പിന്നൊരു സഞ്ചി. അപ്പൊ ഒരു വിവരമില്ലാത്തവൻ പറയാ, കണ്ടോ മുരിങ്ങാക്കായന്റെ സ്വാതന്ത്ര്യം ഇല്ല സ്വർണത്തിന്. ഇത് സ്വർണത്തിന് ബഹുമാനിച്ചാടോ. സ്വർണത്തിനെ മുരിങ്ങാക്കായ പോലെ വിട്ടാൻ പറ്റൂല. മുരിങ്ങാക്കായ ഇങ്ങനെ പുറത്ത് കാണിച്ചു കൊണ്ടുപോയാൽ ആരും പിടിച്ചു വലിക്കൊന്നുമില്ല. സ്വർണ്ണം അങ്ങനെയല്ല. നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിലേ അത് പിടിച്ചു വലിക്കാൻ പലരും ഉണ്ടാവും. അപ്പൊ സ്ത്രീകൾക്ക് പർദ്ദാ നിയമം കൊടുത്ത് സ്ത്രീകൾ അവഗണിച്ചതല്ല, സ്ത്രീകളെ ബഹുമാനിച്ച. സ്വർണവും മുരിങ്ങാക്കായും തമ്മിലെ വ്യത്യാസം മനസ്സിലാക്കാത്ത കുറെ മനുഷ്യന്മാരുണ്ട് ദുനിയാവിൽ. ഓ സഹോദരന്മാരെ, അത് സ്വർണത്തിനെ ആദരിച്ചതല്ലേ, ബഹുമാനിച്ചതല്ലേ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറ്റിയാടിന്ന് മഞ്ഞപ്പറ്റ വരെ വന്നു. ഒറ്റ പോലീസുകാരനും കൂടെ ഇല്ല. ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. എന്നിട്ട് അപ്പുറം ഒരു പോലീസ്, ഇപ്പുറം ഒരു പോലീസ്, മുന്നിലൊരു പോലീസ്, ബാക്കിലൊരു പോലീസ്. പേരോടത്ര മുസ്ലിംകാർക്ക് പോകുമ്പോൾ ഒന്നും ആവശ്യമില്ല. അപ്പൊ ആൾക്കാർ ഉണ്ടോ പേരോടിന് നല്ല സ്വാതന്ത്ര്യം, മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെയാ? അത് മുഖ്യമന്ത്രിനെ ബഹുമാനിച്ചല്ലേ? പോലീസുകാരെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോ എന്റെ ഇഷ്ടത്തിന് പോവാ, മഞ്ചേരിയും പോവാ, മലപ്പുറത്തും പോവാ. എന്റെ ഭാര്യക്ക് അങ്ങനെ പോകാൻ പറ്റൂല. അവള് പോകുമ്പോ പ്രൊട്ടക്ഷന് കൂടെ ഞാൻ പോകണം, അല്ലേ ബാപ്പ പോകണം, അല്ലേ ആങ്ങള പോകണം, അല്ലെങ്കിൽ ഉപ്പാന്റെ അനുജൻ പോകണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബാപ്പ പോകണം. അങ്ങനെ കാണാനും തൊടാനും പറ്റുന്ന ഒരാൾ കൂടെ പോകണം. അത് ഉംറക്ക് വേണമെങ്കിലും വേണം, ഹജ്ജിന് വേണമെങ്കിലും വേണം. സുന്നത്തായ ഉംറ ഹജ്ജും ആണെങ്കിൽ കൂടെ പെണ്ണുങ്ങളുണ്ടായാലും ഒരാണുങ്ങൾ എന്നെ വേണമെന്നാ പത്തുൽമില്ലുള്ളത്. പിന്നെ ഹജ്ജിനും ഉംറക്കും ബിസിനസ് ആക്കി കൊണ്ടുവരുന്ന ചിലപ്പോ മസാല പറഞ്ഞില്ല. അത് പിന്നെ അവരെ ലാഭം കുറഞ്ഞത് പേടിച്ചിട്ടേ. ഓ സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വന്നത് അതാ, സ്ത്രീകൾക്ക് നിയമവ്യത്യാസമുണ്ട്. പക്ഷെ നീതിയോ, നീതിയുടെ വിഷയത്തിൽ സ്ത്രീകൾക്ക് പരിപൂർണ നീതി, പുരുഷന്മാർക്കും പരിപൂർണ നീതി, കുട്ടികൾക്കും പരിപൂർണ നീതി, യുവാക്കൾക്കും പ്രായമുള്ളവർക്കുമൊക്കെ പരിപൂർണ നീതി. അതല്ലേ ഇസ്ലാം. അവിടെ ഒരു വ്യത്യാസമില്ല. ഭരണാധികാരിയായാലും പ്രജയായാലും എല്ലാവർക്കും നീതി തന്നെ. അതാണ് ഇസ്ലാം. അതാണ് അലാ സിറാത്തിൻ മുസ്തഖീം, നേരെയുള്ള മാർഗത്തിലാണ് നബിയെ. തങ്ങളെ ആരും വിമർശിക്കേണ്ടതില്ല.
തങ്ങളെ ആരും അവഗണിക്കേണ്ടതില്ല. അവിടെ അല്ലാഹുവിന്റെ റസൂലാണ്, അതിന് ഖുർആൻ സാക്ഷിയാണ്. സുഹൃത്തുക്കളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് മഹാനായ മാസിൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ പറഞ്ഞത് മറന്നോന്നറിയില്ല. ഒമാനിൽ വെച്ച് വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന മാസിൻ റളിയല്ലാഹു അൻഹുവിനോട്, അന്ന് മാസിൻ റളിയല്ലാഹു അൻഹു അമുസ്ലിമാണ്, വിഗ്രഹാരാധകനാണ്. ഓ പൊയ്ക്കോ മാസിനെ, ഇല അതാ വന്നിരിക്കുന്നു ഒരു നബി, മുർസലായ നബി, അതേ ബിഹഖിൻ മുനസ്സൽ, ഇറക്കപ്പെട്ട സത്യവുമായി വന്നിരിക്കുന്നു, ഖുർആനുമായി വന്നിരിക്കുന്നു. ആമിൻ ബിഹി കൈ തഅദിൽ, നിനക്ക് രക്ഷപ്പെടാം നരകത്തിൽ നിന്ന്, നീ പോയി വിശ്വസിച്ചോ എന്ന് വിഗ്രഹം വിളിച്ചു പറഞ്ഞതനുസരിച്ച് അതാ ഹിജാസിലേക്ക് വന്ന മാസിൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമീപത്ത് വന്നിട്ടങ്ങ് ചൊല്ലുകയാണ്, ഇലൈക റസൂലല്ലാഹി ഖബ്ബത്ത് മതിയതി തജുബുൽ വയാഫി മിൻ ഉമാനയിലൽ അർജി. ഒമാനിൽ നിന്ന് വാഹനം കയറി വന്നതാണ് നബിയെ തങ്ങളെ സമീപത്തേക്ക്. എന്തിനാ വന്നത്? ഇസ്ലാം അംഗീകരിക്കാനാണ്, തങ്ങളെ വിശ്വസിക്കാനാണ്. അതേ ഫൽഹാസിമിയു ഹാദാ നഅം ളലാലത്തിനാ വലം യകുൻ ദീനുഹു മിന്നി അലാ ബാലി. എന്റെ മനസ്സിലാ നബിയുടെ ദീനോ നബിയോ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ നബി സന്മാർഗം കാണിച്ചു തരാൻ കാരണമായത് അതാ വിഗ്രഹത്തിന്റെ വാക്കാണ്. വിഗ്രഹം വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നബിയെ, എനിക്ക് തങ്ങളോട് ചില സങ്കടങ്ങൾ പറയാനുണ്ട്. ഞാൻ അവിടുത്തെ മുമ്പിൽ വന്ന് ഇസ്ലാമതം സ്വീകരിച്ചല്ലോ. ഞാനിക്കങ്ങയോട് പറയാനുള്ളത് എന്താണ്? ലിതസ്ഫഅലിയ ഖൈറ മംബത്തിയൽ ഹസാ, ഈ ഭൂമിയിൽ കാലെടുത്ത് ചവിട്ടിയവരിൽ ഏറ്റവും ഖൈറായ നബിയെ, തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ വന്നതാണ് നബിയെ, തങ്ങളെ റെക്കമെൻഡ് കിട്ടാൻ വന്നതാണ് നബിയെ. എന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് പരിഹരിച്ചു തരണം നബിയെ. ഇൻ അകുന്തും റഅം മുലഅം ബിൽ ഖംർ, ഞാൻ കള്ളുമായി ബന്ധപ്പെട്ടവനായി പോയി, ഞാൻ പെണ്ണുമായി ബന്ധപ്പെട്ടവനായി പോയി, എനിക്ക് ഗാനമേളങ്ങളും പാട്ടുകളുമൊക്കെയാണ് രസം. നബിയേ, എനിക്ക് മക്കളില്ല. നബിയേ, ഒമാനിൽ മഴയില്ല, വലിയ പ്രയാസമാണ് നബിയേ, പരിഹാരം വേണം നബിയേ. ഈമാൻ മനസ്സിൽ കടന്നാൽ നബിതങ്ങൾ മുഖേന രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. ആ ചിന്തയില്ലാത്തവന് ഖൽബിൽ ഈമാനില്ല. അതാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തൈരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും. പാമ്പിനെന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ മാളത്തിലെത്തിയാ രക്ഷപ്പെടുമെന്ന ചിന്തയല്ലേ? അതുപോലെ ഈമാനുള്ളവന്റെ മനസ്സിൽ എന്റെ എല്ലാ രക്ഷക്കും നിദാനം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ചിന്തയാണ്. മഹാനായ മാസിൻ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടങ്ങൾ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, പടച്ച റബ്ബേ, പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും മ്യൂസിക്കിന്റെയും രസത്തിൽ മുഴുകിയ ഇദ്ദേഹത്തിന് നീ ഖുർആന് കൊണ്ട് രസം കൊടുക്കണേ.
സുബ്ഹാനല്ലാഹ്. പ്രായമുള്ള കാലത്ത് ഖുർആൻ പകുതിയോളം മനപ്പാടമാക്കാൻ മാസിം റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. അല്ലാഹുവേ, കള്ളിനോടുള്ള ചിന്തക്ക് പകരം, വ്യഭിചാരത്തോടുള്ള ചിന്തക്ക് പകരം ഹലാലും ഇഫത്തും കൊടുക്കണേ. പിന്നെ കള്ളിനോട് ആ ചിന്തയുണ്ടായിട്ടില്ല. പിന്നെ വ്യഭിചാരമോ അന്യപെണ്ണിലേക്ക് നോക്കലോ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിച്ചു, അതേ മാസിം റളിയല്ലാഹു അൻഹുവിന് കുട്ടിയില്ലല്ലോ. വഹബ് ലഹു വലദാ, കുട്ടിയെ കൊടുക്കണമെന്നും ദുആ ചെയ്തിട്ടുണ്ട്. മാസിം റളിയല്ലാഹു അൻഹുവിന് കുട്ടി ജനിച്ചു. ഒമാനിനെ നീ സജീവമാക്കണേ എന്ന് പ്രാർത്ഥിച്ചോ. സുഹൃത്തുക്കളെ, ഒമാനിൽ ധാരാളം മഴ പെയ്തു. ഇന്നും നിങ്ങൾ പോയാൽ, ഞാൻ ഒരാഴ്ച മുമ്പ് പോയിട്ടുണ്ട്, അതാ ഇന്നും പോയാൽ മസ്കത്തിൽ നിന്ന് കുറച്ചകലെ ശമായിൽ പോയാൽ മാസിം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ കാണാം. ആ മഖ്ബറയുടെ തൊട്ട് താഴെ നല്ല തെളിഞ്ഞ ശുദ്ധവെള്ളം ഇങ്ങനെ ഒലിക്കുന്നത് കാണാം. സുഹൃത്തുക്കളെ, ദുബായിൽ പോകുന്ന പലരും ഇവിടെ ഉണ്ടാകും. അബീറിലെ ഒരു പച്ചക്കറി മാർക്കറ്റ്, ഫ്രൂട്ട് മാർക്കറ്റ്, അവിടെ വരുന്ന തക്കാളി എവിടുന്ന, അവിടെ വരുന്ന പല പച്ചക്കറികളും എവിടുന്ന? ഒമാനിൽ നിന്ന് കയറ്റി വരുന്നതല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അബൂ നുഐം റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിൽ ആ സംഭവം പറഞ്ഞത് കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത കല്ലുകളില്ല, വിഗ്രഹങ്ങളില്ല, മരങ്ങളില്ല. അതുകൊണ്ടല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതാ ഖറജ്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നവാഹി മക്ക, മക്കയുടെ ചില ഭാഗങ്ങളിലൂടെ ഞാൻ നബി തങ്ങളെ കൂടെ അങ്ങ് പുറപ്പെട്ടു. പോകുന്ന സമയത്ത് ഫമസ്തഖ്ബലഹു ജബലുൻ വലാ ശജറുൻ ഇല്ലാ വഹുവ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാനിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകുമ്പോ അതാ ഏത് മല കണ്ടാലും, ഏത് കല്ല് കണ്ടാലും, ഏത് മലയോ ഏത് മരമോ തങ്ങളെ കണ്ടാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാം പറയുകയാണ്. ഹബീബായ നബി തങ്ങളുടെ കേൾവി സാധാരണയല്ല. എന്നാൽ അതിനേക്കാൾ അത്ഭുതമല്ലേ തങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കേൾവിയും സാധാരണയല്ല. കല്ലിന്റെ ശബ്ദമുണ്ടോ നമ്മൾ കേൾക്കാറ്, മരത്തിന്റെ സലാമുണ്ടോ നമ്മൾ കേൾക്കാറ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിന്റെ ബറക്കത്ത് നോക്കൂ. ആ സദസ്സിൽ കൂടെ നടക്കുമ്പോ അതാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കേൾക്കുകയാണ് കല്ലിന്റെ സലാം, മരത്തിന്റെ സലാം. അത് തന്നെയല്ലേ ബുഖാരിയിൽ തന്നെ കാണാം, കുന്നാ നസ്മഉ തസ്ബീഹ ത്വആമി വഹുവ യുക്കലു ഫീ സമാനി റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾ കേൾക്കാറുണ്ട്. സഹാബത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കേൾവി സാധാരണയല്ലെന്ന് മാത്രമല്ല, അവിടുത്തെ കാഴ്ച സാധാരണയല്ലെന്ന് മാത്രമല്ല, അവിടുത്തേതൊന്നും സാധാരണയല്ലെന്ന് മാത്രമല്ല, അവിടുത്തെ സദസ്സ് സാധാരണയല്ലെന്ന് മാത്രമല്ല, അവിടുത്തെ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ കേൾവി സാധാരണയല്ല. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയേണ്ടതുണ്ടോ? പറഞ്ഞു തീർക്കാൻ കഴിയോ?
അതുകൊണ്ടല്ലേ ഇമാം ബൂസരി തങ്ങള് മദ്ഹ് ചൊല്ലാൻ ഒരുങ്ങിയിട്ട് വൻസുബില്ലാദീഹി മസീത മിൻ ശറഫിഹി വൻസുബില്ലാ ഖദരിഹി മസീത മിൻ ഇളമി ഫഇന്ന ഫضل رسول الله ليس له حد فيعرب عنه ناطق بفمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ തീരൂല, ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടുന്നു, നമ്മളെല്ലാം പരാജയപ്പെടുന്നു. മദ്ഹ് പറഞ്ഞിട്ട് തീർക്കാൻ കഴിയൂല, അവിടെ തോൽവി സമ്മതിക്കലേ നിർവാഹമുള്ളൂ. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിൻ ശറമൗതി ബിമാ ഫിൽ ബാലിബാൽ. അൽഹംദുലില്ലാഹ്, എന്റെ ഈ സദസ് ധാരാളം മുതഅല്ലിമീങ്ങളുള്ള സദസ്. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനം അല്ലാഹു തആല പുരോഗമിപ്പിക്കട്ടെ. 100ഓളം മുതഅല്ലിമീങ്ങൾ ദഅവാ കോളേജിലും പള്ളി ദർസിൽ വേറെയും മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു 10-600-ലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പഠിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ സ്കൂളുകളിൽ അൽഹംദുലില്ലാഹ് ദീനീ വിദ്യാഭ്യാസവും കൂടി കൊടുക്കുന്നതല്ലേ നമ്മുടെ സ്കൂളുകൾ. അതൊക്കെ വലിയ നിഅമത്തല്ലേ. അല്ലാഹു തആല ഇതിന് ആരാണോ സ്ഥലം കൊടുത്തത്, ആരാണോ ബിൽഡിംഗ് പണിയാൻ സഹായിച്ചത്, ആരാണോ ഇതിന് പ്രവർത്തിച്ചത്, ആരാണോ ഇനി പ്രവർത്തിക്കുന്നത് സഹായിക്കുന്നത്, അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ചിലര് പറയൂ, ഒറ്റ വാക്കിൽ മുതഅല്ലിമീങ്ങൾക്ക് കൊണ്ട് ഒരു പോയിന്റും കൂടി പറയാം. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയും പോലെ നടക്കലാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പറയും പോലെ നടക്കലല്ല, പറയും പോലെ നടക്കണം, അത് മറ്റൊന്നാണ്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ സ്നേഹിക്കൂലേ, പ്രസവിച്ചോടുന്ന കുട്ടികളെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പറയും പോലെ നടക്കാന്ന് അതിന്റെ അർത്ഥം. ചെറിയ കുട്ടികളെ നമ്മൾ സ്നേഹിക്കില്ലേ, കുട്ടികൾ പറയും പോലെ നടക്കാന്ന് അതിന്റെ അർത്ഥം. സ്നേഹം എന്ന് പറഞ്ഞാൽ പറയും പോലെ നടക്കല. പറയും പോലെ അനുസരിച്ചുകൊണ്ട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? വലിയൊരു ഉദ്യോഗസ്ഥൻ അയാളെ പ്യൂണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നട്ടുച്ച വെയിലത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടുവരണം. സാർ ഇപ്പൊ കൊണ്ടുതരാൻ പറഞ്ഞ അനുസരിച്ച് ഇറങ്ങിയ അയാള് റോട്ടുമ്മൽ ഇറങ്ങി നാട്ടുച്ച വെയിലത്ത് ഉയർത്തിങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പൊ വേറൊരു ചങ്ങാതി കണ്ട്, എവിടെയാ പോകുന്നത് ചോദിച്ചു. അതൊന്നും പറയണ്ട, ആ ഹാമക്ക് പറഞ്ഞൊരു സമയം ജ്യൂസ് വാങ്ങാൻ. ഇപ്പൊ ഇയാൾക്ക് സ്നേഹമുണ്ടോ? അനുസരണുണ്ട്, പണി പോയി പോന്ന് പേടിച്ചിട്ടാ. അതേ സമയത്ത് സ്നേഹമില്ല. അതേ സമയത്ത് പള്ളിയിലെ ഉസ്താദ്, ചിലപ്പോ ഉസ്താദ് മുതഅല്ലിമിനോട് പറഞ്ഞ്, എടാ എല്ലാ ദിവസവും സുബഹിന്റെ അരമണിക്കൂർ ഖുർആൻ ഓതണമെന്ന്. നല്ല സ്നേഹം പൂർണ്ണമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഓതും. ചില പൂർണ്ണമായ സ്നേഹമില്ലാത്ത കുട്ടിയാണെങ്കിലോ, സ്നേഹമൊക്കെ ഉണ്ട്, പൂർണ്ണമില്ല, അങ്ങനത്തെ കുട്ടിയാണെങ്കിലോ ഉസ്താദ് നാട്ടിൽ പോയെന്ന് എല്ലാം കിടന്നുറങ്ങി കഴിഞ്ഞു സുബഹിന്റെ ശേഷം. പക്ഷേ ആ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഉസ്താദ് ഇറങ്ങുന്നത് ഒരു വാതിലിലൂടെയാ. ഉസ്താദിന്റെ ചെരുപ്പുള്ള മറ്റേ വാതിലിന്റെ അടുത്താ. ഈ കുട്ടി ഉസ്താദ് പറഞ്ഞിട്ടൊന്നുമില്ല, കുട്ടി ഓടിപ്പോയിട്ട് ചെരുപ്പെടുത്തോണ്ടോന്നിന് മറ്റേ വാതിലിന്റെ അടുത്ത് കൊണ്ടാച്ചു കൊടുക്കുക. നേരത്തെ സുബീന്റെ ഖുർആൻ ഓതാണ്ട് കിടന്നു നോക്കിയാൽ ചങ്ങാതിയാ. പക്ഷെ ഉസ്താദിനോട് സ്നേഹ, മറ്റേ മടിയനായിട്ട് ഓതിയില്ലാന്നേ ഉള്ളൂ, മടിയനായിട്ട് ഉറങ്ങിയതാ. ഉസ്താദിനോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല അല്ലേ? അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് വെറും അനുസരണാണോ? ഇനി നിങ്ങൾക്ക് ബുഖാരിയിൽ ഒരു ഹദീസ് പറയട്ടെ സുഹൃത്തുക്കളെ. സിറാജുലുദ്ദീന്റെ കലണ്ടർ കിട്ടാത്തവർക്ക് ഓരോ കലണ്ടർ വാങ്ങണം. ഞാനിവിടെ വന്ന് സ്റ്റേജ് കയറിയപ്പോ പലരും നേർച്ച കൊണ്ടെത്തുന്നു. ഒരാൾ ഒരു സ്വർണത്തിന്റെ വള കൊണ്ടെത്തുന്നു. 6 കൊല്ലായിട്ട് മക്കളില്ലായിരുന്നു. അപ്പൊ നേർച്ചയാക്കി അൽഹംദുലില്ലാഹ് കുട്ടീനെ കിട്ടി. അപ്പൊ അദ്ദേഹം സ്വർണത്തിന്റെ ഒരു വളയും കൊണ്ടെത്തുന്നു, അതിന്റെ പുറമെ കുറച്ച് പൈസയും കൊണ്ടെത്തുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ഇനിയും മക്കളെ കൊടുക്കട്ടെ. ഇപ്പോഴുള്ള പെൺകുട്ടിയാണ്, ഈ അടുത്ത് അല്ലാഹു തആല ആൺകുട്ടീനെ കൊടുക്കട്ടെ. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന മക്കളെ തരട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ പലരും പോന്നിരുന്നൊക്കെ കിട്ടും നേർച്ച. ഒരു മാസത്തിൽ 25 ലക്ഷം രൂപയോളം നേർച്ച കിട്ടും.
പക്ഷെ 65 ലക്ഷം രൂപ ചെലവിന് വേണോണ്ട് എന്റെ അടുത്ത് ബാക്കി ഉണ്ടാവും വിചാരിക്കണ്ട. സിറാജുലിന്റെ കലണ്ടർ ഒരു ബർക്കത്ത് എല്ലാവരും വാങ്ങിച്ചോളി. അള്ളാഹുത്തല വലിയ ബർക്കത്ത് തന്നതാ. അത് തരാനുള്ള കാരണം എന്താ അറിയങ്ങള്? 11 മഹല്ലില് ഞാൻ കുറ്റിയാട് ചെല്ലുമ്പോ 11 മഹല്ലില് റബീഉൽ അവ്വൽ 12-ന് മൗലൂദില്ല, റബീഉൽ അവ്വൽ മാസത്തിലേ ഇല്ല, ഒരു മുട്ടായി പോലും കുട്ടിയൊക്കെ കൊടുക്കലുമില്ല. 11 മഹല്ല് സുന്നികളല്ലാത്തവരെ കയ്യിലായിരുന്നു. അൽഹംദുലില്ലാ എല്ലാ സ്ഥലത്തും മൗലൂദും സ്ഥാപിച്ചു, എല്ലാവരുടെയും പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി. 30ഓളം മദ്രസ ഉണ്ടാക്കി, 75ഓളം ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോഴോട് 15 വരും. ഡിസംബർ 1, 2, 3, 4 എല്ലാവരും സമ്മേളനത്തിന് വരണം, അതിന്റെ പ്രചരണം നടത്തണം. അതിന്റെ എല്ലാ വിഷയത്തിലും നിങ്ങൾ ഉണ്ടാവണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോവാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ബുഖാരിയിൽ ഒരു ഹദീസ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യും പിടിച്ചിങ്ങനെ പോവാ. അത് അനുയായികൾക്ക് കൂടുതൽ മനക്കരുത്തുണ്ടാക്കാനുള്ള നേതാക്കളുടെ പരിപാടിയാണ്. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ നേതാക്കളെ തെറ്റിക്കണമെന്ന് വെച്ച് നമീമത്ത് പറഞ്ഞു ഒരു ചങ്ങാതി. അന്ന് വൈകുന്നേരം തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, പൊന്മൾ ഉസ്താദിന്റെ കയ്യും പിടിച്ച് സ്റ്റേജിലങ്ങ് കയറി. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തതാ. നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു വിഷയവും ഇല്ല ഇവിടെ ലോകത്ത്. ആലിമീങ്ങൾക്ക് മുഴുവനും മാതൃക, നേതാക്കൾക്ക് മുഴുവനും മാതൃക, എല്ലാവർക്കും മാതൃക മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യും പിടിച്ചിങ്ങനെ പോവാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പച്ച യാഥാർത്ഥ്യം പറഞ്ഞു. എന്താ പറഞ്ഞതില? അൻത ഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ. അല്ലാഹുവിന്റെ റസൂലേ, കഅബയേക്കാൾ, അർശിനേക്കാൾ, ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ, സർവമഹാന്മാരെക്കാൾ, എന്റെ ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ് നബിയേ. ഇല്ല നഫ്സി, എന്റെ ശരീരം കഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചിട്ട് പിന്നെ ഏറ്റവും സ്നേഹം തങ്ങളോട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഫർദ് ഒഴിവാക്കിനോ ആ സമയത്ത്? ഇല്ല. വല്ല സുന്നത്ത് ഒഴിവാക്കിനോ? ഇല്ല. ശരിക്കും മനസ്സിലാക്കണം. വല്ല അനുസരണക്കേടും കാണിച്ചിരുന്നോ? ഇല്ല. പൂർണ്ണമായി അനുസരണുണ്ട്. ഒരു ഫർദ് ഒഴിച്ചിട്ടില്ല, ഒരു സുന്നത്ത് ഒഴിച്ചിട്ടില്ല. സുന്നത്ത് ഒഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സുന്നത്ത് ഒഴിച്ചോനെ വെറുതെ വിടില്ല. അങ്ങനെയാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ? അസറിന്റെ ജമാഅത്ത് തൊട്ടടുത്ത തോട്ടം കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു ഈ ജീവിതത്തിൽ ഒരിക്കൽ. ആ 2 തോട്ടം സാന്ത്വന പ്രവർത്തനത്തിന് നീക്കി വെച്ചു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു ജമാഅത്ത് ഒഴിവാക്കാറില്ല, ഒരു തഹജ്ജുദ് ഒഴിവാക്കാറില്ല. ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞപ്പോ ദിക്റും ദുആയും നടക്കുന്നതിന് മുമ്പ് ഒരാൾ സുന്നത്ത് കരിക്കാൻ എണീറ്റുന്നു. മിസ്കാത്തിലില്ലേ ഹദീസ് മുത്തഅലിമിങ്ങൾ ഓതിയില്ലേ? അവന്റെ ചുമല് പിടിച്ചിട്ട് ഹസ്സഹു ഹസ്സത്തൻ വഖാല ജിലിസ്, ഇരിക്കട അവിടെ നിന്ന് അവിടെ ഇരിച്ചു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് കറാഹത്ത് ചെയ്യാൻ അനുവദിക്കാറില്ല, ചെയ്യാറില്ല എന്ന് മാത്രമല്ല കറാഹത്ത് ചെയ്യാൻ അനുവദിക്കാറില്ല. ആ നിലക്ക് അനുസരണമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ്. അതേ എന്താ പറഞ്ഞത്? അങ്ങേയറ്റം സ്നേഹമാണ്, പക്ഷെ എന്റെ ശരീരം കഴിച്ചിട്ടാണ്. അനുസരണത്തിനൊരു കുറവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഉമറേ, ഈമാൻ റെഡിയായിട്ടില്ല, ഈമാൻ പൂർത്തിയായിട്ടില്ല. അനുസരണുണ്ട്. സ്വന്തം ഭാര്യയെക്കാളും ബാപ്പനെക്കാളും സ്നേഹമുണ്ട്, അതൊന്നും പോരാ. അനുസരണവും പോരാ, ഫർദും സുന്നത്തും എടുത്താലും പോരാ. ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈമാൻ പൂർത്തിയാകൂല. സത്യം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ സുഹൃത്തുക്കളെ, ആത്മീയതയുള്ളവരുടെ സദസ്സിൽ പങ്കെടുത്താൽ നമുക്കും ആത്മീയതയുണ്ടാകും. അങ്ങനെയാ. നല്ല വോൾട്ടേജുള്ള ലൈനാണെങ്കിൽ അത് തുടരണമെന്നില്ല. അതിന്റെ അടുത്തുകൂടി കമ്പി കൊണ്ടുപോയാൽ തന്നെ കറണ്ട് പിടിക്കും. നല്ല വോൾട്ടേജുള്ള വലിയ ലൈനാവും. അങ്ങനെ ആള് എത്രത്തോളം മഹത്വമുള്ള ആളാണോ അതനുസരിച്ച് അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഈമാൻ വർദ്ധിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. മദ്രസയെ പറഞ്ഞേക്കും വളരെ ശ്രദ്ധിക്കണം. ഗീബത്ത് പറയുന്ന മദ്രസയിലയക്കരുത്, നമീമത്ത് പറയുന്ന മദ്രസയിലയക്കരുത്.
നമ്മളെ കുട്ടികൾ കുട്ടിക്കാലത്ത് തന്നെ ആലിമീങ്ങളെ ഗീബത്ത് കേട്ട് വളർന്നാൽ നമ്മളെ മക്കളെ കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കൂല. അതുകൊണ്ട് നല്ലത് മാത്രം പറയുന്ന മദ്രസകൾ വേണം, നല്ലത് മാത്രം പഠിപ്പിക്കുന്ന മദ്രസകൾ വേണം. സുഹൃത്തുക്കളെ, സീല് വെച്ചാൽ പതിയണമെങ്കിൽ ആദ്യം സീലിന്റെ മേൽ അച്ചുണ്ടാകണ്ടേ. അച്ചില്ലാത്ത സീലെടുത്ത് വെച്ചാൽ കടലാസ് പതിയോ? അതുപോലെ വളഞ്ഞവടിക്ക് നേരെയുള്ള നിഴല് കിട്ടുമോ? മുത്തനജിസായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റുമോ? ആദ്യം വെള്ളം വൃത്തി വേണ്ടേ? ഗീബത്ത് പറയുന്നവന്റെ നാവിൽ നിന്ന് ഇൽമു കേട്ടാ നന്നാവോ? അതുകൊണ്ട് തന്നെ നല്ല നാവിൽ നിന്ന് കേൾക്കണം, നല്ല ഖൽബിൽ നിന്ന് വരണം. അപ്പോഴേ അത് ശരിക്ക് ഫലവത്താവുകയുള്ളൂ. എന്നാൽ നല്ലവര് പറയണമെന്നില്ല, അവരെ സദസ്സ് പങ്കെടുത്താൽ തന്നെ വലിയ പവറാണ്. അതിലേറ്റവും വലിയ പവറുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കുറച്ചു സമയം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചില്ലേ, പങ്കെടുത്തില്ലേ? അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഈമാനിന്റെ വോൾട്ടേജ് അങ്ങ് കൂടിയല്ലോ. ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, അൽ ആന, ഓ നബിയെ, ഇപ്പോൾ നേരത്തെ പോലെയല്ല, എന്റെ ഈമാനിന്റെ കഥ, എന്റെ അവസ്ഥ മാറിപ്പോയി. അൽ ആൻ, ഇപ്പോൾ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, നിശ്ചയം വല്ലാഹി വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഇപ്പോൾ എനിക്ക് അത് കള്ളം തോന്നുമല്ല. ഇങ്ങോട്ടും അത് കള്ളം പറഞ്ഞ മുഖത്താവ് കളവ് അറിയൂല. അങ്ങനെ സോപ്പിടുന്ന പരിപാടില്ല. മുഖത്താവ് കളവ് പറഞ്ഞല്ല, സത്യം പറഞ്ഞതാ. കളവ് പറഞ്ഞ നടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കളവ് പറഞ്ഞ എന്തിനു പരിപാടി സംഘടിപ്പിച്ച് എന്റെ നാട്ടിനടുത്ത് ഇരിങ്ങണ്ണൂർ. അപ്പൊ അതിന് ക്ഷണിക്കാൻ വേണ്ടി ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പോയി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദ് ഡേറ്റ് വന്ന് ശഅബാൻ മാസം 1 അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം വടകര മുഹമ്മദായി തങ്ങളെ ക്ഷണിക്കാൻ പോകുമ്പോൾ എന്നോട് നിങ്ങളും പോരണോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ പോയി. അങ്ങനെ കനാലിന്റെ വക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, റജബ് 27 മൂപ്പർക്ക് ഒരു നേർച്ച ഉണ്ടാവും. അത് റസൂലുള്ളാഹിന്റെ നേർച്ച എന്നാ പറയാറ്, മിഅ്റാജ് നേർച്ച. അതിന്റെ ശേഷമാണ് പരിപാടി. ഈ പരിപാടി ശഅബാൻ മാസത്തിൽ വെച്ച് തന്നെ തങ്ങളെ കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയണോന്ന് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ചിലപ്പോ പൊളിയൂന്ന് പറഞ്ഞു. അങ്ങനെ പോയി നേരെ ചെന്ന് അസ്സലാമു അലൈക്കും, കള്ളത്തരമൊന്നും പറയണ്ട, വഅലൈക്കും അസ്സലാം. AP ഉസ്താദിന്റെ ഡേറ്റ് വാങ്ങിട്ട് വെച്ചതാ. അപ്പോ അത് നമ്മൾ തന്നെ കണ്ട മഹാന്മാരങ്ങനെ SYSലും SSFലും ഒക്കെ പ്രവർത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞത് ആ മഹാനാ. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഓ സഹോദരന്മാരെ, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറഞ്ഞാൽ നടക്കോ? ജൂതന്മാര് സൽക്കാരത്തിന് വിളിച്ചു പോയി, ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിപ്പിച്ചു, ജൂതന്മാരെ വിളിപ്പിച്ച് ചോദിച്ചു, ഞാൻ ചോദിച്ചാ സത്യം പറയോ? ബുഖാരിയിലെ ഹദീസ. ആ സത്യം പറയും. ഇയാൾ അച്ഛന്റെ പേരെന്താ ചോദിച്ചു. ഒരാളെ ചൂണ്ടിയിട്ട് ഇയാൾ അച്ഛന്റെ പേരെന്താണ്? പേര് മാറ്റി പറഞ്ഞു കൊടുത്തു ജൂതന്മാര്. അങ്ങനെ ചില കുട്ടികൾ ഹെൽമെറ്റ് വെക്കാണ്ട് പോലീസുകാർ പിടിച്ചാൽ പേര് മാറ്റി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പേര് മാറ്റി പറഞ്ഞു കൊടുത്തു. അടുത്ത വികൃതി, കടുത്ത ധിക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കളവാ പറഞ്ഞത്, അയാൾ അച്ഛന്റെ പേര് അതല്ല, ഞാൻ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്തു. ആ റസൂലുള്ളാഹിനോട് കളവ് പറഞ്ഞു നടക്കുമോ? ഓ സുഹൃത്തുക്കളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ നേരത്തെ പോലെയല്ല. എന്റെ ഖൽബിൽ അങ്ങയോടെയാണ് എന്നെക്കാൾ സ്നേഹമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോൾ ഈമാൻ റെഡിയായി ഉമറേ. ഫർളും സുന്നത്തും ഒക്കെ എടുത്തിട്ടും ഈമാൻ പൂർത്തിയായിട്ടില്ല. ഹറാമും കറാത്തും ഒഴിച്ചിട്ടും ഈമാൻ പൂർത്തിയായിട്ടില്ല. അതിന്റെയും അപ്പുറമാണ് സ്നേഹം. ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. ആ സ്നേഹമുണ്ടായേ പറ്റൂ. അവിടെയാണ് വിജയം. സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അൽഹംദുലില്ലാഹ്, മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ ബൈത്ത്
അതിന്റെ യഥാർത്ഥ പേര് അൽ കവാകിബ് ദുർരിയ ഫി മദ്ഹി ഖൈറിൽ ബരിയ. ഇമാം ബൂസിരി തങ്ങള് ഉദ്യോഗം രാജിവെച്ച് പോയി. അതേ പോകുന്ന സമയത്ത് ഒരു പണ്ഡിതനെ കണ്ടു. ആ പണ്ഡിതൻ ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിരുന്നോ? ഇമാം ബൂസിരി തങ്ങൾ കണ്ടിട്ടില്ല, കൊണ്ട് കള്ളത്തരോട് പറഞ്ഞിട്ടുമില്ല. ചിലരുണ്ട് കാണാണ്ട് കണ്ടു എന്ന് പറയും, കറാമത്ത് സ്വന്തം തന്നെ ഉണ്ടാക്കി പറയും. അതിനൊന്നും ഇമാം ബൂസിരി നിന്നിട്ടില്ല, മൂപ്പര് സത്യവാനാണ്. ഇമാം ബൂസിരി കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ചോദ്യത്തോടുകൂടി എനിക്കൊന്ന് കണ്ടേ പറ്റൂ എന്ന ചിന്ത വന്നുപോയി. രാത്രിയിൽ പോയി കാണണമെന്ന ആശയോടെ കിടന്നു. സുഹൃത്തുക്കളെ, അന്ന് രാത്രി തന്നെ സ്വപ്നത്തിൽ കണ്ടു. സ്നേഹം കൽബിലങ്ങ് നിറഞ്ഞു. അന്ന് തന്നെ സ്വപ്നത്തിൽ കണ്ടു. അതാ ബുർദയിൽ ഒരു വരിയുണ്ട്, ഞാൻ അതാണ് നിങ്ങൾ ആദ്യം തന്നെ ചൊല്ലിപ്പിച്ചത്. ഒന്ന് എഴുന്നേറ്റ് നീ ചൊല്ലിക്കോളൂ. നഅം സറാത്വൈഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദാതി ബിൽ അലമി. സ്നേഹം കൽബിലങ്ങ് നിറഞ്ഞാൽ ഉറക്കം വരൂല കേട്ടോ. അതേ, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഈ വരി ചൊല്ലി 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 അങ്ങ് ഉറങ്ങിപ്പോയാൽ സ്വപ്നത്തിൽ നബിതങ്ങളെ കാണാൻ സാധ്യതയുണ്ടെന്ന് ബുർദയുടെ ശറഹിൽ അല്ലാമ ബാജൂരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഅം സറാത്വൈഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദാതി ബിൽ അലമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇവിടെ ശേഷം ബുർദ ബൈത്ത് ചൊല്ലാനുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ ബറക്കത്തുള്ള പദ്യമാണ്, വലിയ സ്ഥാനമുള്ള പദ്യമാണ്. ഞാനൊരു ഒറ്റ വാക്ക് ഞാൻ ബുർദയെ കുറിച്ച് പറയട്ടെ. ബുർദ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ അർത്ഥവും വിവരണവും ഒന്ന് സംസാരിക്കണം, മലയാളികൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയെന്ന് എന്റെ കൽബിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു. അതെന്റെ ഒരു സ്നേഹിതൻ എന്നോടതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ 6 ദിവസം കൊണ്ട് 28 പദ്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് 25-25 തീയതി മുതൽ കുറ്റ്യാടിയിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇറങ്ങുമ്പോ നിങ്ങളൊക്കെ CD വാങ്ങി കേൾക്കണം. ഞാനതിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ബൂസിരി അന്ന് രാത്രി തന്നെ സ്വപ്നം കണ്ടു. പിന്നെ മറ്റുള്ള പാട്ടൊക്കെ നിർത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് മാത്രം. ഹംസിയ, മുളരിയ, ഒരുപാട് കാവ്യങ്ങൾ രചിച്ചു. പക്ഷേ അവസാനം വാതരോഗം പിടിപെട്ടുപോയി. ഒരു ഭാഗം തളർന്നുപോയി. വീട്ടിൽ നിന്ന് എവിടെയും പോയിക്കൂടാ, വീട്ടിൽ തന്നെ കിടപ്പായി പോയി. അപ്പോഴും മഹാനവറുകൾ ചിന്തിച്ചത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടണം, ആ മദ്ഹിലൂടെ എന്റെ രോഗം മാറണം. ഇമാം ബൂസിരി തങ്ങൾ അങ്ങനെ ചൊല്ലിയതാണ് അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ. അമിൻ തദക്കുരി ജി റാനിം ബിദി സലമി മസജ്താദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി. രക്തം കലർത്തി കണ്ണുനീരൊഴിക്കുന്നതെന്തിനാണ്? അത് ദൂസലമിന്റെ അയൽവാസികളായ നബിതങ്ങളെയും സഹാബത്തിനെയും ഓർമ്മിച്ചിട്ടാണോ? സ്വന്തം ശരീരത്തോട്, കരയുന്ന ശരീരത്തോട് ചോദിക്കുകയാണ് ഇമാം ബൂസിരി. അല്ലാഹുവിന്റെ റസൂലിന്റെ നാടോർമ്മിച്ച് കരയുകയാണ്. കാരണം ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീന, മക്കാ ശരീഫിന്റെ ഡബിൾ ബറക്കത്തുള്ള നാട് മദീന. മക്കയിൽ പോയിട്ട് മദീനത്ത് പോകാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാര് എന്ന് പറയാവോ അവരെ പറ്റി? സുബ്ഹാനല്ലാഹ്. മക്കയിൽ പോയിട്ട് മദീനത്ത് പോകാതെ മടങ്ങിയിരുന്നൊരു ഇത്ര ബർക്കത്തില്ലാത്ത കമ്പനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബുഖാരി മുസ്ലിമിലുള്ള ഹദീസല്ലേ? ഒരു മുസ്ലിമിന് നിഷേധിക്കാൻ കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ലൈഫൈ മാ ജഅൽതഹു ബിമക്കത മിനൽ ബറകാത്ത്. മക്കയിൽ നീ നൽകിയതിന്റെ ഡബിൾ ബർക്കത്ത് മദീനയിൽ സ്ഥാപിക്കണേ അല്ലാഹ്. മക്കയിലുള്ളതിന്റെ ഡബിൾ ബർക്കത്താ മദീനയിൽ.
ഇന്റെ മക്കത്ത് പോയിട്ട് മദീനത്ത് പോവാതെങ്കിൽ വരെ ഡബിൾ വർക്കത്തുള്ള സ്ഥലത്ത് പോകാതിരിക്കേ. ഓ സഹോദരന്മാരെ, ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസല്ലേ, അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അശദ്ദ വസഹിഹഹാ. ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസ്. ഞങ്ങൾക്ക് മദീന പ്രിയങ്കരമാക്കണേ, മക്ക പ്രിയങ്കരമാക്കിയതുപോലെ പോരാ, ഔ അശദ്ദ, മക്കയേക്കാൾ പ്രിയങ്കരമാക്കണേ മദീന. മക്ക ജനിച്ച നാടാ, മദീന കിടക്കുന്ന നാടാ. ഓ സുഹൃത്തുക്കളെ, മക്കയിലുള്ളത് കഅബയാ. കഅബ ഉണ്ടാകാൻ കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ മദീനയും പരിസരവും ഓർത്ത് കരച്ചിൽ വരികയാണ് ഇമാം ബൂസിരി തങ്ങൾക്ക്. അതാണ് ഇരിക്കട്ടെ. പൂർണ്ണമായി 160ഓളം പദ്യം അങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ അതൊന്ന് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ബുർദ കേൾക്കാതെ പോകണ്ട. നബി തങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു. ആ ബുർദ അങ്ങ് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കേട്ട് തീരുന്നത് വരെ കേട്ടു. പറയാനിപ്പോ സമയം പോരാ. ഞാൻ ബുർദയുടെ വ്യാഖ്യാനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സൂചന മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ രോഗം കൊണ്ട് കിടക്കുന്ന ഇമാം ബൂസിരി തങ്ങളുടെ ശരീരത്തിൽ അവിടുത്തെ കൈകൊണ്ടങ്ങ് തടകിക്കൊടുത്തു. അവിടുത്തെ കൈകൊണ്ട് തടകിയപ്പോൾ എത്ര രോഗം മാറിപ്പോയിട്ടുണ്ടെന്ന് ഇമാം ബൂസിരി തന്നെ ബുർദയിൽ പറഞ്ഞിട്ടുണ്ട്. കൈകൊണ്ടൊന്നങ്ങ് തടകിക്കൊടുത്തു. വാതരോഗം പൂർണ്ണമായി മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പുതപ്പിങ്ങെടുത്തു, ഒരു സാലിങ്ങെടുത്തു. എന്നിട്ട് അതാ മദ്ഹബാടി ഇമാം ബൂസിരി തങ്ങളെ കഴുത്തില്, മദീനയിൽ നിന്ന് ഈജിപ്തിലുള്ള ഇമാം ബൂസിരി തങ്ങളെ കഴുത്തില് ഒരു സാലങ്ങ് പുതപ്പിച്ചു കൊടുത്തു. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ രോഗമില്ല. നബിതങ്ങൾ പുതപ്പിച്ചു കൊടുത്ത സാല് ചുമലിൽ കാണാനുണ്ട്. പുത്തൻവാദികൾ ചിലപ്പോ വിവരമില്ലാണ്ട് ചോദ്യം ചെയ്യണ്ടോ. കാരണം എല്ലാ പുത്തൻവാദികളും തബ്ലീഗും മുജാഹിദും ജമാഅത്തും എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ കിതാബ് റൂഹി പറഞ്ഞത്, സിദ്ദീഖ് റളിയല്ലാഹു ചീത്ത പറഞ്ഞ ആളെ അർത്ഥ കളയാൻ വേണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തി കൊടുത്തിട്ട് ഉറക്കി കത്തി കൊടുത്തിട്ട് ആ കത്തി കൊണ്ട് അർത്ഥപ്പോൾ അയാൾ മരിച്ചു എന്നാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ പറഞ്ഞാൽ മതി, എന്നെ പറയണ്ട. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടുതി അങ്ങനെയാ. അതിന് കാലവ്യത്യാസമില്ല, സ്ഥലവ്യത്യാസമില്ല, സമയവ്യത്യാസമില്ല. അവിടുത്തെ കൊടുതി അങ്ങനെയാ. സാരംഗ് പുതപ്പിച്ചു കൊടുത്തു ഇമാം ബൂസിരി തങ്ങൾക്ക്. ഇമാം ബൂസിരി തങ്ങൾ ആരോഗ്യം കിട്ടിപ്പോയി, സന്തോഷമായി. അതെ, അതുകൊണ്ടാണ് ആ പദ്യത്തിന് അൽ ബുർദ, പുതപ്പ് എന്നാണ് ആ വാക്കിന്റെ പേര്. അതെ, ആ വാക്കിന്റെ അർത്ഥം, ആ പേര് ലഭിച്ചത് ഈ പുതപ്പിച്ചത് കൊണ്ടാണെന്ന് ഇമാം ബിസ്താമിയെ പോലുള്ളവർ 600ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, ഇമാം ബൂസിരി പിറ്റേ ദിവസം അതാ ഈജിപ്തിലൂടെ സുന്ദരമായി നടക്കുകയാണ്. വഴിക്ക് വെച്ചൊരു മഹാനായ പണ്ഡിതനെ കണ്ടു, അബുർറജാദ് റളിയല്ലാഹു അൻഹു. കണ്ട് സലാം പറഞ്ഞപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ പാടിയ ഖസീദ എനിക്കും തരണം. ഏത് ഖസീദ? ഈ ബൈത്ത് ഒരാൾക്കും കേൾപ്പിച്ചിട്ടില്ലല്ലോ. രോഗത്ത് കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഓതിയത്, വീട്ടിൽ നിന്ന് ചൊല്ലിയതല്ലേ, സ്വന്തം തന്നെ ഉണ്ടാക്കിയതല്ലേ, ഒരാൾക്കും കേൾപ്പിച്ചിട്ടില്ലല്ലോ, ഒരാളോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ എനിക്ക് ചോദിച്ചു, ഏതാ? മുദരിയ, ഹംസിയ, ഏത്? ഞാൻ മുമ്പ് ഒരുപാട് ചൊല്ലിയിട്ടുണ്ട്, ഏതാ? അപ്പോഴാണ് ഇമാം അബുർറജാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊന്നും അല്ല ശറഫുദ്ദീനിൽ ബൂസിരി. അമിൻ തദക്കുരിജി റഹിം ബിദി സലബി മസജിതദം അൻജറാ ബിമുഖലതിം ബിദബി എന്ന് തുടങ്ങുന്ന പദ്യമാണ്. മിന്നൈന ഹഫിൽതഹു,
നിങ്ങൾ അത് എവിടുന്നാ മനപ്പാടമാക്കിയ? ഞാൻ ഇന്ന് വരെ ആർക്കും കൽപ്പിച്ചിട്ടില്ലല്ലോ. അത് നിങ്ങൾ എവിടുന്നാ മനപ്പാടാക്കിയത്? അത് ഞാൻ പറയാം. ഇന്നലെ രാത്രി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങളത് ചൊല്ലിക്കൊടുത്തില്ലേ? അത് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത്, കാറ്റടിക്കുന്ന സമയത്ത് കരിമ്പിന്റെ തണ്ട് ആടുന്നത് പോലെ നബി തങ്ങൾ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനപ്പാടമാക്കിയതാണ് ആ വരി. എനിക്ക് കോപ്പി തരൂ. അബൂറജാഹിന് ആദ്യമായി കോപ്പി കൊടുക്കുന്നു. ഈജിപ്ത് മുഴുവനും ലോകം മുഴുവനും ബുറുദ ബൈത്ത് പ്രചരിക്കുന്നു. ആ ബുറുദ ബൈത്ത് വലിയ ബറക്കത്താണ് മുഅ്മിനീങ്ങളെ. അവിടുത്തെ മദ്ഹ് മുഴുവനും ബറക്കത്താണ്. മുസ്ലിമീങ്ങളെ അവിടുത്തെ സ്നേഹിക്കുക. ആ സ്നേഹിക്കുന്നവൻ പരാജയപ്പെടൂല. ഒറ്റ മിനിറ്റ് കൊണ്ടൊരു സംഭവം കൂടി പറഞ്ഞു നിർത്തട്ടെ. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരാൾ മരിച്ചുപോയി. 100 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല, ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. മരിച്ചുപോയി. ആരും അയാളെ മയ്യത്ത് തിരിഞ്ഞു നോക്കിയില്ല. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് വഹി അറിയിച്ചു. മൂസാ നബിയെ അദ്ദേഹത്തിന്റെ മയ്യത്തെടുത്ത് നിസ്കരിച്ച് ആദരവോടെ മറമാടണം. ബനൂ ഇസ്രായേൽ മുഴുവനും പറയുന്നു ഒരു ഗുണവും ചെയ്തിട്ടില്ല. അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അദ്ദേഹം തൗറാത്ത് ഓതലുണ്ട്, തൗറാത്ത് വായിക്കലുണ്ട്. ആ തൗറാത്തിൽ എന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് തൗറാത്തിൽ എവിടെ കണ്ടോ, ആ കാണുന്ന സമയത്ത് അദ്ദേഹം എന്റെ ഹബീബിന്റെ പേര് ചുംബിക്കാറുണ്ട്. എന്റെ ഹബീബിനെ സ്നേഹിച്ച് എന്റെ ഹബീബിന്റെ പേരെഴുതിയത് കണ്ടപ്പോ ചുംബിച്ചിട്ടുള്ള ആ വ്യക്തിക്ക് സർവ്വ തെറ്റും ഞാൻ മാപ്പ് കൊടുത്തു പോയി. മൂസാ നബിയേ, 70 ഹൂറുല്ലീങ്ങളെ സ്വർഗത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരുക്കിപ്പോയി. സുബുലുൽ ഹുദാ വർ-റശാദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. മുതഅല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചവൻ പരാജയപ്പെടൂല. ആ സ്നേഹം സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം വേണം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദീന് വളർത്തി, തലക്ക് മുറിവേറ്റ് ദീന് വളർത്തി, കാലിരുന്ന് രക്തം പൊട്ടി ഒലിച്ച് ദീന് വളർത്തി. നമ്മൾ സൂഹിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്. നമുക്ക് പ്രയാസമുണ്ടോ? കുറ്റ്യാടിയിൽ ഇവിടത്തോളം ഇന്നോവ വണ്ടിയിലല്ലേ പാവപ്പെട്ടവൻ വന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ധൈര്യത്തോടെ ശത്രുപക്ഷത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് ഒട്ടകത്തിന്റെ പുറത്തല്ലേ ദീനിന്റെ പ്രചരണത്തിന് 400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്തത്. അവിടുന്ന് പ്രസംഗിക്കാൻ വന്ന നാട്ടിലെത്തുമ്പോ എ ക്ലാസ് ഭക്ഷണം കിട്ടുകയല്ലേ, സ്വാഗതം പറയാനാണല്ലേ, അതാദരിക്കാൻ പലരുമല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നു പോറ്റിയതല്ലേ ദീൻ. അവിടുന്ന് അത് കഅബ ശരീഫിനടുക്കൽ നിൽക്കുമ്പോ ശത്രുക്കൾ വന്ന് തുണി കൊണ്ടുവന്നിട്ട് കഴുത്തിൽ വെച്ചിട്ട് 2 തലയും പിടിച്ച് മുറുക്കിയിട്ട് ശ്വാസം മുട്ടിച്ചില്ലേ. ആ വിഷമിക്കുന്നത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ശത്രുക്കളെ പിടിച്ച് മാറ്റിയില്ലേ. അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞതിനൊരാളെ കൊല്ലുകയാണോ എന്ന് ചോദിച്ച് പിടിച്ചു മാറ്റിയില്ലേ. ചോദിക്കട്ടെ, നമ്മളെന്ത് ദീനീ പ്രവർത്തനമാ നടത്തുന്നത്? നമ്മളെന്ത് സേവനമാ ചെയ്യുന്നത്? നമ്മൾ സുഖിച്ച് ജീവിക്കുകയല്ലേ? ഓ മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരോട് പറയാൻ ഞാൻ ആരുമല്ലല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, ത്യാഗം ചെയ്ത് പ്രവർത്തിക്കണം. ആരോടും വിദ്വേഷം വെക്കരുത്, വൈരാഗ്യം
പകരം വെക്കരുത്. ചീത്ത പറഞ്ഞാൽ പകരം ചീത്തയില്ല, തെറി പറഞ്ഞാൽ പകരം തെറിയില്ല, കല്ലെറിഞ്ഞാൽ പകരം കല്ലെറിയണ്ട. പടച്ച റബ്ബിന്റെ പൊരുത്തം കരുതി ദീനിന്റെ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ ദീന് വളർത്തണം. അതിന് ദഅവാ പേജുകൾ വേണം, ദർസുകൾ വേണം, പള്ളികൾ വേണം, മദ്രസകൾ വേണം, ദീന് പഠിപ്പിക്കുന്ന സ്കൂളുകൾ വേണം. അതിനാര് പ്രവർത്തിച്ചോ, അതിനാര് സഹായിച്ചോ, അതിനാര് സഹകരിച്ചോ, അത് അല്ലാഹുവിന്റെ റസൂലിനുള്ള സഹായമാണ് കേട്ടോ. ഫല്ലദീന ആമനൂ ബിഹി, നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. വഅസ്സറൂഹു, നബി തങ്ങളെ ബഹുമാനിക്കണം. വനസറൂഹു, നബി തങ്ങളെ സഹായിക്കണം. വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, നബി തങ്ങളെ കൂടെ ഇറക്കപ്പെട്ട ഖുർആൻ, അല്ലാഹുവിന്റെ ദീന് ഫോളോ ചെയ്ത് ജീവിക്കണം. ഈ 4 കാര്യമുള്ളവൻ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് ഖുർആൻ. ആ വിജയികളിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളോട് സഹകരിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ മജ്ലിസുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. നിന്റെ ദീനിനെ സഹായിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് സഹായിക്കണം. പണ്ഡിതന്മാർ അവർക്കറിയുന്നത് പറഞ്ഞു കൊടുക്കൽ അതൊരു സഹായമാണ്. ആരോഗ്യമുള്ളവർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നത് സഹായമാണ്. ധനമുള്ളവർ ധനം കൊണ്ട് സഹായിക്കുന്നത് സഹായമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കൽ അവിടുത്തെ ദീനിനെ സഹായിക്കലാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ ദേവാ കോളേജിൽ കുട്ടികൾക്ക് താമസിക്കാൻ 100 കുട്ടികൾക്ക് താമസിക്കാൻ എവിടെ സൗകര്യം? മതിയാവില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ കുട്ടികൾക്ക് ഇൽമു പഠിക്കുന്നു, ഭൗതികമായും ആത്മീയമായും രണ്ടും പഠിക്കുന്നു. ആ മുതഅല്ലിമിക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കണം. അതിന് കെട്ടിടം നിർമ്മിക്കുന്നു. 1 നില കൂടി കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, ഇപ്പൊ ചെയ്ത് കൂടാതെ. അപ്പോ ഒരാള് എന്നോട് പറഞ്ഞു 8.5 ടൺ കമ്പി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ വെറും കമ്പി മാത്രം പോരാ, കമ്പി മാത്രം കൊണ്ട് കോൺക്രീറ്റ് ആവുമോ? ഊഴി വേണം, മെറ്റൽ വേണം, സിമെന്റ് വേണം, പലതും വേണം. നിങ്ങൾ എല്ലാവരും കൊടുക്കണം. എനിക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് അവിടെ തെങ്ങന്മാരൊക്കെ ദ്വാരക്കാനുണ്ട്, ആലിമീങ്ങളുണ്ട്, എല്ലാവരും കൊടുക്കണം. ഓരോരുത്തർക്ക് കഴിയുന്ന സഹായമല്ലേ ഞാൻ ചെയ്യും, ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പൈസ ഉള്ളവർ പൈസ കൊടുക്കണം. എനിക്ക് കഴിയുന്ന സഹായം ഞാൻ ചെയ്ത്, എനിക്കറിയുന്നത് പറയാം. അതാണ് എന്റെ സഹായം. അല്ലാഹു തആല അതിനാരോഗ്യവും ദീർഘായുസ്സും നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും സർവ്വ പ്രവർത്തകന്മാർക്കും ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും അല്ലാഹു ഏറ്റിത്തരട്ടെ. അതുകൊണ്ട് 40,000 ഉറുപ്പ്യ വേണമെന്ന് ഒരു ടന്ന് കമ്പിക്ക്. 8.5 ടന്ന് കമ്പി വേണം. 3,40,000 ഉറുപ്പ്യ വേണം. അപ്പോ പഠിച്ച റബ്ബേ, സിമെന്റ് ഒരു 800 ചാക്ക് വേണം. പിന്നെ കല്ല് 4,650 വേണം. 1000 കല്ലിന് 30,000 ഉറുപ്പ്യ വരും തോന്നുന്നുണ്ട്. അതുപോലെ മെറ്റൽ വേണം 20 യൂണിറ്റ്. അതിന് 1 യൂണിറ്റിന് 3000 ഉറുപ്പ്യ വരും. അങ്ങനെ 60,000 ഉറുപ്പ്യ വേണം. മണല് 16 യൂണിറ്റ് വേണം. ഇങ്ങനെ പലതും വേണം. 6,500 ഉറുപ്പ്യ ഉണ്ട് ഒരു ലോഡ് മണലിന്. ഇതൊക്കെ നിങ്ങളെല്ലാവരും കൂടി കൊടുക്കണം. നമ്മളിങ്ങനെ വെറും പറഞ്ഞാൽ പോരാ. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബതു ബിഹി നസ്ലൻ ലദീ ഉഖൂമി. നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് ഒരു തുടക്കം പറയാ? നമ്മളെ റസാഖ് ഹാജി അൽഹംദുലില്ലാ ആദ്യമായി 1 ടണ്ണ് കമ്പി 40,000 ഉറുപ്പികയുടെ 1 ടണ്ണ് കമ്പി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിനും ഇതിൽ പങ്കുചേരുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ വീട് തരണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയുള്ള സ്വർഗജീവിതം തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഇതിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളുടെയും സർവ ബിസിനസ്സുകളിലും തൊഴിലുകളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും സന്താനങ്ങളിലും കുടുംബങ്ങളിലും ശരീരത്തിലും ആരോഗ്യത്തിലും ആയുസ്സിലും
ആത്മാവിലും ബർക്കത്ത് നൽകണം റഹ്മാനേ. ആരാണ് ഒരു അദ്ദേഹത്തിന് കുട്ടികളുണ്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് അള്ളാഹുവേ അദ്ദേഹത്തിന് നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. അള്ളാഹ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും സിറാജുലുദയിലും സന്ദർശകർ വരുന്ന ദിവസമാണ്. അപ്പോ ചെറിയ കുട്ടികളെ ഇന്നും കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും കുട്ടികളുണ്ടായ വകയിൽ സ്വർണ്ണവള നേർച്ച കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവേ ഓരൊറ്റ കുട്ടിക്ക് ഒരു കുട്ടീനെയും കൊടുക്കാൻ ലോകത്താർക്കും കഴിയില്ല നിനക്കല്ലാതെ. റബ്ബേ അദ്ദേഹത്തിനും അതുപോലെ മക്കളില്ലാത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. വരുന്ന വരവിൽ മുക്കത്തിനടുത്ത് ഒരു പള്ളിയിൽ കയറി അസറിക്കരിക്കാൻ. അപ്പൊ അവിടെ ഇറങ്ങും വേണ്ട അപ്പുറത്തെ വീട്ടിലൊരു ആള് ഉസ്താദെ കട്ടൻ ചായ കൊണ്ടേട്ടെ എന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരനൊന്ന് സന്തോഷിപ്പിക്കാന്ന് എനിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ചായ കുടിക്കും വേണ്ട ഒരാൾ പറയുന്നു, 2 പെണ്ണുങ്ങളുടെ അപ്പുറം നിൽക്കുന്നു, മക്കളില്ല, 2 ആളെയും മക്കൾക്ക്. അതുകൊണ്ട് ഉസ്താദിനെ കണ്ട് പറയാനാണ്. ഞാൻ എന്റെ പെണ്ണുങ്ങൾക്ക് പറയാൻ നിന്ന് കൊടുക്കുന്ന പരിപാടി ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർക്ക് നമുക്ക് ദിക്ർ കൊടുക്കാന്ന് പറഞ്ഞു. 2 ആളുകൾക്കും ഞാൻ ദിക്ർ കൊടുത്തു. റബ്ബിലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിഥീൻ 11, അസ്തഗ്ഫിറുല്ലാഹൽ അദീം 11, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം 11. ഓരോ ഫർദ് നിസ്കാരവും ചൊല്ലത്തിന്റെ ശേഷം സാധാരണ ദിക്റും ദുആ കഴിഞ്ഞ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. പക്ഷെ നോക്കുമ്പോ 2 ആളും മക്കളും ഭർത്താക്കന്മാരും വിദേശത്താണ് എന്ന് പറഞ്ഞു. ഒരാള് വിദേശത്താണ്, ഒരാൾ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അവരോട് എന്നെ വിളിക്കാൻ വേണ്ടി ടെലിഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. എന്റെ അടുത്ത് കേട്ടിട്ട് ചൊല്ലണമെന്നും പറഞ്ഞു. ഈ സദസ്സിലും മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഓരോ ഫർദ് നിസ്കാര ശേഷവും സാധാരണ ദിക്റും ദുആ കഴിഞ്ഞിട്ട് അത് ചൊല്ലിക്കോളൂ. 11 പ്രാവശ്യം. മെൻസസ് പീരീഡിൽ 55 പ്രാവശ്യം രാവിലെ ഒന്നിച്ച് സ്ത്രീകൾ ചൊല്ലിക്കോട്ടെ. അള്ളാഹുവേ നീ അവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. 21 കൊല്ലമായിട്ട് മക്കളില്ല. പുല്ലൂക്കറുള്ള ഒരാള്, ഞാൻ ഓതി പഠിച്ച നാടാണ്, അബൂദാബിയിലാണ്. എന്നെ കണ്ട് റഹീമാജിനാണ് പേര്. അൽഹംദുലില്ലാഹ് ഇപ്പാക്ക് 2 മക്കളുണ്ട്. അള്ളാഹുവാണ് കൊടുക്കുന്നത്. അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ ഹൈറായ മക്കളെ കൊടുക്കട്ടെ. പിന്നാരാ കുറച്ച് സിമെന്റ് കിട്ടി, കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. ഇനി ആരാ തരും? ഓരോ ടണ്ണ് കമ്പി 40,000 രൂപ. ഒരു ടണ്ണ് കമ്പി തരാൻ കഴിയുന്നവർ, അള്ളാഹുത്തല കഴിവന്നവരുണ്ടെങ്കിൽ ഈ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനമല്ലേ റൗദത്തും മിൻ റിയാദിൽ ജന്നാന്നല്ലേ, സ്വർഗത്തിന്റെ തോട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വർഗത്തിലേക്ക് തന്നെയല്ലേ. സ്ത്രീകളെ ഭാഗത്ത് കുട്ടികൾ പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. അവരും പറയും. ആരും പറഞ്ഞിട്ട് വേം പറയും എനിക്ക് സുബ്ഹാനല്ലാഹ് തങ്ങന്മാരെ വെറുതെ കടയിൽ പോകും, അവിടെ ഒരു തങ്ങളെ പരിപാടി എത്താണ്ട്. ആരെങ്കിലും ഉണ്ടേ വേം പറയും. ആരാണ് കുറച്ച് കമ്പി തരാനുള്ളത്? അൽഹംദുലില്ലാഹ് കുഞ്ഞാനാജി ഒരു ടണ്ണ് അല്ലേ? ഒരു ടണ്ണ്. അല്ലാഹുവേ കുഞ്ഞാനാജിക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാനെ. ആരോഗ്യവും എല്ലാ തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. പിന്നാരുണ്ടോ? അൽഹംദുലില്ലാഹ് 2.5 കിൻഡിൽ ടന്ന് കമ്പിന്റെ പൈസ മൊയ്തീൻ കുട്ടിയാജി 1 ലക്ഷം ഉറുപ്പിക. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ സർവ്വ അമലും സ്വീകരിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ പള്ളിയും അദ്ദേഹത്തിന്റെ എല്ലാ അമലും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ അദ്ദേഹത്തിനും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും സന്താനങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും സർവ്വ ശർറിന്റെ വാതിലുകളും അടക്കണം റഹ്മാനെ. ഇനി ആരാളുള്ളത്? കുറച്ചുകൂടി കിട്ടിയാല് 3:30-4:30 അരട്ടന് ഒരാള്. അൽഹംദുലില്ലാഹ് ഹംസ മുസ്ലിയാര്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റിയാദിൽ ട്രാവൽസ് ആണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ട്രാവൽസിലും ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ വിഷയത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇപ്പൊ എത്രയായി തന്നെ? 5.5 എന്ന ഒരു 3.5 ടന്നും 3 ടന്നും കൂടി കിട്ടിയാല് കമ്പി എവിടെ ആവും? ഏറ്റവും കടുപ്പുള്ള സാധനം അതാണല്ലോ കമ്പി. എനിക്ക് പറ്റി ഇപ്പൊ പറയാൻ നേരമില്ല. ഹദീസ് ഉണ്ട്, കമ്പീനെ പറ്റി ഹദീസ് ഉണ്ട്, ഇപ്പൊ പറയാൻ നേരമില്ല. പിന്നെ ആ ഹദീസും സദഖനെ പറ്റി പറയുന്ന ഹദീസാ. സുബ്ഹാനല്ലാഹ്. ആരാ ഉള്ളത്? വേം പറയും. 20,000 രൂപ അരട്ടന്നിന് സൗദിന്ന്. കമ്മു മുസ്ലിയാർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ മുസ്ലിംമാര് നല്ലോണം കൊടുക്കട്ടെ. അതൊരു വലിയ ബർക്കത്താ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും.
മുസ്ലിംമാരെല്ലാം മൗലൂദ് തേച്ച് എല്ലാവരും മൗലൂദ് തേക്കും, മുസ്ലിംമാരെല്ലാം കൊടുത്താൽ എല്ലാവരും കൊടുക്കും. കാരണം അപ്പൊ കൂടുതൽ ആളുകൾക്ക് വിശ്വാസം വരും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആലിമീങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ മുസ്ലിംമാർക്ക് ചെറിയ ശമ്പളേ മനുഷ്യന്മാർ കൊടുക്കുള്ളൂ, അതുകൊണ്ടാ അധികം മുസ്ലിംമാർക്ക് കൊടുക്കാൻ കഴിയാത്തത്. അതേ സമയത്ത് ബിസിനസ് ഒക്കെ ഉണ്ടായാൽ അവർ കൊടുക്കൂ. പക്ഷേ നമ്മള് ബിസിനസ് നോക്കിയിട്ട് പോയാൽ പിന്നെ നമ്മളെ ഇൽമു പഠിപ്പിക്കില്ലാതെ പോകൂലേ. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പറയ് അൽഹംദുലില്ലാഹ്. ആരാ പറഞ്ഞു? കമ്മൂസിലാർ അല്ലേ? ഓൺലൈനിൽ വീക്ഷിക്കുന്ന ആൾ പറഞ്ഞു അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരാളെ ഇനി എത്ര വേണം? നമുക്ക് 2.5 ടണ്ണ് കമ്പിയും കൂടി വേണം. 2.5 ടണ്ണ് കമ്പിയും കൂടി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് വലിയ റാഹത്തായി. ആരെങ്കിലും ഉണ്ടെ വേഗം പറയും, നല്ല നിയത്തോട് പറയും, അള്ളാഹിന്റെ പൊരുത്തം മാത്രം കരുതി. യൂത്തൂനമാഅത്തം വജിലാന്ന് ഖുർആൻ. കൊടുക്കുമ്പോൾ പേടിച്ച് വിറച്ചോണ്ട് കൊടുക്കണം. തീർന്നോന്നതിനല്ല, അള്ളാഹ് കബൂൽ ചെയ്യുമല്ലേ എന്നുള്ള ബേജാർ. അള്ളാഹു കബൂൽ ചെയ്യണമെന്നുള്ള ബേജാർ, അതാണ്. അല്ലാതെ തീർന്നു പോകുന്നുള്ള ബേജാറല്ല. തീർന്നൊന്നും പോകില്ല. സദഖ ചെയ്താൽ സ്വത്ത് ചുരുങ്ങൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ആര് പേടിക്കേണ്ടിയില്ല, തീർന്നൊന്നും പേടിക്കേണ്ടിയില്ല. ആരെങ്കിലും ഉണ്ടെ വേം പറയും, വേം പറയും. നല്ല നിയത്തോടു കൂടി പറയും. ഒരു തന്നെ അൽഹംദുലില്ലാഹ്. അബു ഹാജി കുണ്ടുക്കര അബു ഹാജി, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ അമലും നീ സ്വീകരിക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഇരിപ്പിടം തരണം റഹ്മാനെ. ഒരു ഞെരുക്കവും ഒരു ബുദ്ധിമുട്ടും അവർക്കോ അവരെ സന്താന പരമ്പരകൾക്കോ ഖിയാമത്ത് നാൾ വരെ നീ കൊടുത്തേക്കരുത് റഹ്മാനെ. നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും വേഗം പറയും. കബീർ വരട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ അബ്ദുൽ കബീറിന്റെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനേ. അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണം റഹ്മാനേ. ഇനി ഒരു ടന്നും കൂടി മതിയില്ലേ? എന്നാ പൂർത്തിയാവൂലേ? എഴുതിയില്ലേ? ഏറെല്ലായത്? അപ്പൊ ഒരു ടന്നും കൂടി 8.5 വേണ്ട. വീരാൻകുട്ടി കാരക്കുന്ന്. അൽഹംദുലില്ലാഹ്. കച്ചവടത്തിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും കൃഷിയിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇനി നമുക്ക് കുറച്ച് മെറ്റല് കിട്ടണം. വെറും കമ്പി ഉണ്ടായിട്ട് എന്താ കാര്യം? മെറ്റലില്ലാതെ കുറച്ച് മെറ്റൽ കിട്ടണം. അതിന് ഒരു 20 യൂണിറ്റാ? 20 യൂണിറ്റ്. ഒരു യൂണിറ്റിന് എത്ര വില? 6000 രൂപ. ഒരു യൂണിറ്റിന് 6000 രൂപ. അപ്പോ ഓരോരുത്തർക്കും പറഞ്ഞാല് ഒരു 5 യൂണിറ്റ്, അതുപോലെ തന്നെ 1 യൂണിറ്റ് ഒക്കെ പറയാം, എല്ലാവർക്കും പറയാം. പിന്നെ മണല് വേണം, ഒരു 16 ലോഡ്. ഒരു ലോഡിന് എത്ര വില? അൽഹംദുലില്ലാഹ്. 1 യൂണിറ്റ് കുഞ്ഞാപ്പ ഹാജി. അല്ലാഹുവേ അദ്ദേഹത്തെയും ഞങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ബിസിനസ്സിലും ജോലികളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കഴിവനുസരിച്ച് പറയാം. 5ഉം 2ഉം 3ഉം 1ഉം ഒക്കെ പറയാം. ഓരോരുത്തർ കഴിവനുസരിച്ച് വേഗം പറയണം. വേഗം പറയണം. വേഗം പറഞ്ഞാൽ 2 കൂലി കിട്ടും. ഒന്ന് എന്റെ സമയം പോക്കാത്ത കൂലിയും കൂടി കിട്ടും. ഒന്ന് വേഗം പറയാം. എല്ലാവരും പങ്കെടുക്കണം. മണല് വേണം, അതുപോലെ തന്നെ നമുക്ക് മെറ്റല് വേണം. ഇനി ആരാളുടെ വേഗം പറയും. ഒന്ന് ഇങ്ങനെ കുറച്ച് കുട്ടികൾ അങ്ങനെ നടക്കട്ടെ. അവിടുന്ന് ഓരോരുത്തർക്ക് പറയും. അല്ലാഹു തആല കൊടുത്തതിൽ നിന്ന് കൊടുക്കി. തീർന്നുകൂല, ഒരിക്കലും തീർന്നുകൂല, കുറഞ്ഞുകൂല. അല്ലാഹു തആല ഞാൻ തരുന്നത്. അല്ലാഹു തആല ഒക്കെ അറിയും. അള്ളാഹിന്റെ പൊരുത്തം മാത്രമേ ഉദ്ദേശിക്കാം, വേറൊന്നും ഉദ്ദേശിക്കാൻ. 1 യൂണിറ്റ് മഞ്ഞപ്പച്ച ഉസ്താദ് 1 യൂണിറ്റ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിലും ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഇൽമിലും മുതഅല്ലിമീങ്ങളിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ കുട്ടികൾക്കും അല്ലാഹു തആല ഖൈറായ ജീവിതം കൊടുക്കട്ടെ. പിന്നെ ആരാ? വേഗം പറയും. നല്ല നിയത്തോടെ വേഗം പറയും. സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികൾ പോകുന്നില്ലേ? ചെറിയ കുട്ടികൾ പറഞ്ഞങ്ങനെ സ്ത്രീകൾ ഇപ്പൊ പറയും. അങ്ങനെ തിരക്കൂട്ടല്ല, ഇങ്ങനെ എഴുതിയെടുക്കുന്ന തിരക്കിലായിരിക്കും ചെറിയ കുട്ടികൾ. എല്ലാവരും എഴുതിയെടുക്കാൻ എനിക്ക് വരാൻ പറ്റൂലല്ലോ. നല്ല CP ഉണ്ട്. CP മുഹമ്മദ് 1 യൂണിറ്റ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ 20 യൂണിറ്റ് വേണം നമുക്ക്. 2-3 പറയണം ഓരോരുത്തർ, എന്നാലേ വേഗാവുള്ളൂ. അവിടുന്ന് വിളിക്കുന്നുണ്ട്, തങ്ങൾ വിളിക്കുന്നുണ്ട്. ഹുസൈൻ സഖാഫി 1 യൂണിറ്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം പറയും. അബ്ദുർ റസാഖ് ഹസനി 1 യൂണിറ്റ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
പിന്നാരാ വേം പറയും? മുഹമ്മദ് അലി ഒരു യൂണിറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ഒന്നായിട്ട് ദ്വാരക്കാം. തങ്ങന്മാരുടെ കൂടെ ദ്വാരക്കാൻ ആലിമ്യങ്ങളുണ്ട്, അവരൊക്കെ ദ്വാരക്കും. എനിക്ക് വേണ്ടി ദ്വാരക്കണം എല്ലാവരും. റഫീഖ് വണ്ടൂർ ഒരു യൂണിറ്റ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നാരാ? 6500 ഉറുപ്പിയല്ലേ ഉള്ളൂ. ഓരോ യൂണിറ്റ് എല്ലാവർക്കും കൊടുക്കാം. സദഖ ജാരിയല്ലേ? അതാ എന്താണ് പേര്? ഞാൻ മറന്നു. എന്താ പേര്? ശിഹാബുദ്ദീൻ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഷറഫുദ്ദീൻ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമർ കോയത്തങ്ങൾ, അള്ളാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു യൂണിറ്റ്. പിന്നെ ഇപ്പൊ എത്രയായി? വേം പറ. 20 പറയണം. 20 ആയിട്ടില്ല. വേം പറ. എത്രയായി? 12 ഷറഫുദ്ദീൻ ഒരു യൂണിറ്റ്. തങ്ങളേരിയില്ലേ? തീർച്ചയായും ഒരു യൂണിറ്റ്. അൽഹംദുലില്ലാഹ്, അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നായിട്ട് തീർക്കാം. പിന്നെ വേം പറ. എത്ര യൂണിറ്റ് ആയി മോനെ? 13 മുഹമ്മദ് അപ്പാന്റെ ഉമ്മാന്റെ പേര്. അള്ളാഹു അവരെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു തആല ബാപ്പനെയും ഉമ്മനെയും മകനെയും നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരെ ഖബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. പിന്നെ ആര്? എന്താണ് മോന്റെ പേര്? അതാ അവിടെ അയാളുടെ പേരെന്താ? മൊയ്തീൻ. അൽഹംദുലില്ലാഹ്, മൊയ്തീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കൂടെ അവരെ നമ്മളെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പിന്നെ ആരാണ്? ഇലിയാസ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. പിന്നെ എത്രയായി? അബുഹാജി ഒരു യൂണിറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ എന്താണ് പേര്? സലീം ഒരു യൂണിറ്റ്. പേര് എഴുതിയെടുത്തോളൂ. സലീം സഖാഫിയ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു യൂണിറ്റ്. പിന്നെ ഇപ്പൊ എത്രയായി? 20 14. ഒരു 6 എണ്ണം കൂടി വേണം. ഒരു 6 യൂണിറ്റ് കൊണ്ടുവന്ന് വേം പറയും. സമയം പോയി. എല്ലാവരും പങ്കുചേരണം. അവരുടെ കഴിവ് 1, 2, 3 എത്രയും പറയാം. ചൂടുള്ള ഇനി ആരാളുടെ? വേം പറയും. മുസ്തഫ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ 15 ആയി അല്ലേ? ഒരു 5 എണ്ണം കൂടി. അൽഹംദുലില്ലാഹ്, ഒന്നും കൂടി. മൂപ്പര പേര് എഴുതിയെടുത്തോളി. 16. പിന്നെ നമ്മുടെ സ്കൂളിന്റെ മാനേജർ ഒരു യൂണിറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ അസീസ് 1. സയ്യിദ് കുട്ടശ്ശേരി ഒരു യൂണിറ്റ്. പിന്നെ അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചിട്ടെ. പിന്നെ ആരാ? ഇനി എത്ര വേണം? 3. ഇനി എത്ര? 3 യൂണിറ്റ് വേണ്ട? 18. 2 എണ്ണം കൂടി വേണം. വേം പറ. മുഹമ്മദ് ഷാഫി ചാരങ്കാവ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഒരു യൂണിറ്റ് കൂടി പറഞ്ഞാൽ നമുക്ക് കൂലി വാങ്ങാം. ഒരാളും കൂടി ഒരു യൂണിറ്റ് പറഞ്ഞാല് നമുക്ക് മെറ്റൽ അവിടെ പൂർത്തിയാവും. ഒന്ന് വേഗം പറയും. നല്ല നീയത്തോട് ആരെങ്കിലും ഒരാൾ പറയും. മുസ്തഫാന്റെ ഭാര്യ ഒരു യൂണിറ്റ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മകളെ കല്യാണവും ഒക്കെ അള്ളാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് മണല് കിട്ടണം. ഒരു ലോഡിന് എത്ര പൈസ? മണലിന് 6500. മെറ്റലിനോ? ശരിയാ. അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ. അതെല്ലാം സംഗതി ഉള്ളെന്ന് തന്നെ എല്ലാവരും പൊരുത്തപ്പെടും. 6500 റുപ്യ കൊടുക്കുന്നത് മണലിനാണ്. ലോഡിന് 6500 പറയുമ്പോൾ അവരോട് മാറിപ്പോയതാണ്. അത് കുഴപ്പമൊന്നുമില്ല. മെറ്റലായാലും മണലായാലും ഒക്കെ ആവശ്യം തന്നെയാണ്. നമുക്ക് ബിൽഡിംഗ് ആണ് ആവശ്യം. മറ്റലും വേണ്ട, നമുക്ക് മണലും വേണ്ട, ബിൽഡിംഗ് ആണ് ആവശ്യം. അപ്പൊ കമ്പി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, വെറും മണൽ കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് 6500 തന്നെ കൊടുക്കാൻ പറഞ്ഞവർ. ഇനി നമുക്ക് വേണ്ട എന്താണ്? മെറ്റലും സിമെന്റും. 3000ന്റെ ഷെയർ ഇല്ലേ? 3000ന്റെ ഷെയർ. 6500 ഇതുവരെ പറഞ്ഞു. ഇനി 3000ന്റെ ഷെയർ. അത് കഴിയുന്നവരാരെന്ന് വെച്ചാൽ പറയും. 3000ന്റെ ഓരോന്ന് 2, 3 ഒക്കെ പറയാം. ബിസ്മില്ലാ. മെറ്റലും വേണം, പൂഴിയും വേണം. പിന്നെന്താ വേണ്ടത്? കല്ല് വേണം. അളങ്കൂരും സുന്നി മദ്രസയുടെ സദർ ഒരു 3000 അല്ലെ? ഒരു 3000. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അങ്ങനെ കുറച്ചാൾ പറഞ്ഞാല് അതെത്രയാ വേണ്ടേ? 20 അല്ലേ? ദേവാ കോളേജിലെ മുദ്രിസ് നാസിർ ഉസ്താദ് 1. അൽഹംദുലില്ലാഹ്. സിറാജുൽ അതിങ്ങനെ അള്ളാഹു ഖൈർ ചെയ്യട്ടെ. പിന്നെ ആരാളുടെ? വേം പറയും. പറഞ്ഞവരൊക്കെ അവർ ടെലിഫോൺ നമ്പർ കൊടുക്കണം, സംഖ്യയും കൊടുക്കണം. ഇപ്പൊ നമ്പർ കൊടുത്താൽ പൈസ ഇല്ലെങ്കിൽ. പിന്നെ ആരാണ്? ഒരു 3000ന്റെ വേം പറയും.
കുഞ്ഞു ഒരു 3000 അല്ലേ? 2 ലോഡ്. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ 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 വേഗം പറയും, നല്ല നിയ്യത്തോടെ പറയും, വേഗം പറയും. ഇനി ആരല്ലേ ഇവിടെ സംസാരിക്കാൻ? ആരല്ലേ? മുസ്തഫ സഖാഫി ഒരു യൂണിറ്റ്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെ വേഗം പറയും, ഞാൻ നിർത്തുകയാണ്. അബ്ദുസ്സലാം അൽഹംദുലില്ലാ ഒരു 3000. പിന്നെ 3000ന്റെ മെറ്റല് 6500 കൂലി. TM റഷീദ്